ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി ഈ സദസ്സിനെ അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഏതാനും ആഴ്ചകളായി സൂറത്തുൽ ഫുർഖാന്റെ അവസാന ഭാഗത്ത് അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ആളുകൾക്ക് ഉണ്ടായിരിക്കേണ്ട വിശേഷണങ്ങൾ അല്ലാഹു പരിചയപ്പെടുത്തിയതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നാം സംസാരിച്ചു വെച്ചത് അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ആളുകൾക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത 3 കാര്യങ്ങളാണ്. അതിനു മുമ്പ് ഇഷ്ടദാസന്മാർക്ക് ഉണ്ടായിരിക്കേണ്ട കുറെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. കഴിഞ്ഞ ആഴ്ച അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഇബാദുർ റഹ്മാൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത 3 കാര്യങ്ങൾ. ഒന്ന്, അല്ലാഹു അല്ലാതെ മറ്റൊന്നിനെയും അവർ ആരാധിക്കാൻ പാടില്ല, അഥവാ ശിർക്ക് ചെയ്യുന്നവരാകരുത് ഇബാദുർ റഹ്മാൻ എന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമതായി, അല്ലാഹു കൊല്ലൽ ഹറാമാക്കിയ ഒരു ശരീരത്തെയും വധിക്കുന്നവരാകരുത് ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞു. മൂന്നാമത്, അവർ വ്യഭിചരിക്കുന്ന ആളുകളും ആകാൻ പാടില്ല എന്ന് പറഞ്ഞു. ഈ 3 വിശേഷണങ്ങൾ ഒരിക്കലും അല്ലാഹുവിന്റെ ഇബാദുർ റഹ്മാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അടിമകൾക്ക് ഈ 3 സ്വഭാവങ്ങൾ ഉണ്ടാവരുത് എന്ന് നമ്മൾ പറഞ്ഞു. കാരണം വലിയ പാതകം, വിശുദ്ധ ഇസ്ലാം ഏറ്റവും വലിയ തെറ്റായി കാണുന്ന പാതകങ്ങളാണ് ഈ 3 തിന്മകളും 3 തെറ്റുകളും. ഒരിക്കലും പൊറുക്കപ്പെടാത്ത തെറ്റാണ് ശിർക്ക്. നമുക്കറിയാം, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിൽവാലിമീന മിൻ അൻസാർ. ശിർക്കിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനെ കൊണ്ട് ശിർക്ക് ചെയ്താൽ, അല്ലാഹുവല്ലാത്ത മറ്റൊരു ദൈവത്തെ പങ്കാളിയാക്കുകയും ആ ദൈവത്തെ ആരാധിക്കുകയും ചെയ്താൽ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവൻ അല്ലാഹു സ്വർഗം ഹറാമാക്കും. വമഅവാഹുൻ നാർ, അവന്റെ സ്ഥാനം നരകത്തിലാകും, അവന്റെ സങ്കേതം നരകമായിരിക്കും. വമാ ലിൽവാലിമീന മിൻ അൻസാർ, അക്രമികളായ ആളുകളെ സഹായിക്കാൻ ഒരാളുമുണ്ടാകൂല. ശിർക്ക് ചെയ്താൽ, ശിർക്ക് ചെയ്യുന്ന ആളുകൾ മറ്റു ദൈവങ്ങളുടെ സഹായം ലഭ്യമാകും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ശിർക്ക് ചെയ്യുന്നത്. പക്ഷേ ആ ദൈവങ്ങൾക്ക്, ആ ഇലാഹികളെന്ന് അവർ വിശ്വസിക്കുന്ന വിഗ്രഹങ്ങൾക്ക് അവരെ സഹായിക്കാൻ കഴിയില്ല. അവരുടെ സങ്കേതം നരകമാണ്, അവർക്ക് സ്വർഗം ഹറാമാണെന്ന് വിശുദ്ധ ഖുർആൻ. അതുപോലെ തന്നെ കൊലപാതകത്തെക്കുറിച്ചും ഒരാളെ, ഒരു മുഅ്മിനായ മനുഷ്യനെ കൊന്നാലുള്ള ശിക്ഷ പറയുന്നിടത്തും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സമയപരിമിതി കൊണ്ട് പറയാതെ ഒഴിവാക്കിപ്പോയ ഭാഗങ്ങളാണിത്. ഒരു മുഅ്മിനായ മനുഷ്യനെ വധിച്ചു കളഞ്ഞാലുള്ള ശിക്ഷ വിശുദ്ധ ഖുർആൻ പറയുന്നു, വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നമു ഖാലിദൻ ഫീഹാ വഅളിബ അല്ലാഹു അലൈഹി വലാനഹു വഅദ്ദ ലഹു അദാബൻ അലീമാ. വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ, ഒരു മുഅ്മിനായ മനുഷ്യനെ ആരെങ്കിലും മനഃപൂർവ്വം വധിച്ചാൽ, മനഃപൂർവ്വം ഒരു മുസ്ലിമിനെ ഒരാൾ കൊന്നാൽ, ഫജസാഉഹു ജഹന്നം, അവന്റെ പ്രതിഫലമാകുന്നത് നരകത്തിലുള്ള ശിക്ഷയാണ് അവന് പ്രതിഫലമായി അല്ലാഹു നൽകുന്നത്. ഖാലിദൻ ഫീഹാ, അവൻ നരകത്തിൽ ശാശ്വതമായി വസിക്കുന്നവരാണ്. വഅളിബ അല്ലാഹു അലൈഹി, അല്ലാഹുവിന്റെ കോപം അവനിക്കുണ്ടാകുന്നതാണ്. വലഅനഹു, അല്ലാഹു അവനെ ശപിക്കുന്നതാണ്. വഅദ്ദ ലഹു അദാബൻ അലീമാ, ഭയാനകമായ ശിക്ഷ നരകത്തിൽ അല്ലാഹു അവന് വേണ്ടി സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ. അഥവാ ഒരു മുഅ്മിനെ വധിച്ചാലുള്ള ശിക്ഷ എന്ന് പറയുന്നത് അവൻ ശാശ്വതമായി നരകത്തിൽ കടക്കും എന്നതാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ വിശാലമായി വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം ശിർക്ക് ചെയ്യാത്ത മുഅ്മിൻ, അവൻ ചെയ്തു പോയ തിന്മകളുടെ ശിക്ഷ നരകത്തിൽ നിന്ന് അനുഭവിച്ച ശേഷം സ്വർഗത്തിലേക്ക് കടക്കുമെന്നാണ് നമ്മളൊക്കെ പഠിച്ചു വെച്ചിട്ട് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ അങ്ങനെയാ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഈ ഖുർആൻ ആയത്തിൽ പറയുന്നത് ഫജസാഉഹു ജഹന്നമു ഖാലിദൻ ഫീഹാ, അവൻ ശാശ്വതമായി നരകത്തിൽ തന്നെയാണ്. ഒരാളെ കൊന്നാൽ അവൻ ശാശ്വതമായി നരകത്തിലാണെന്ന് വിശുദ്ധ ഖുർആൻ. ഇവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന ധാരാളം വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രധാനമായി അവർ നൽകുന്നത് ഒരാളെ കൊല്ലൽ അനുവദനീയമാണ് എന്ന് ധരിച്ചുകൊണ്ട് കൊന്നാലാണ് ശാശ്വതമായി നരകത്തിൽ കടക്കുക. എല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അവന് തൗബയുണ്ട്, തൗബ സ്വീകരിക്കപ്പെടും എന്നാണ് അതിന്റെ വിശദീകരണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഒരു വിഭാഗം പണ്ഡിതന്മാർ മുഅ്മിനെ കൊന്നാൽ തൗബയില്ല എന്ന ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരുമുണ്ട്.
മുഅ്മിനായ മനുഷ്യനെ കൊന്ന നബികൾ പറയുന്നുണ്ട്, കുല്ലു ദംബിൻ അസല്ലാഹു അൻ യഗ്ഫിറഹു ഇല്ല റജുല യമൂതു കാഫിറാ അവർ റജുല യഖ്തുലു മുഅ്മിനൻ മുതഅമ്മിദ. എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. കുല്ലു ദംബിൻ അസല്ലാഹു അൻ യഗ്ഫിറ, എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുത്തേക്കാം. ഇല്ല റജുല യമൂതു കാഫിറാ, കാഫിറായി മരിക്കുന്ന ഒരാളെ ഒഴിച്ച്. ഒരാൾ കാഫിറായി മരിച്ചാൽ അവന്റെ തെറ്റ് അല്ലാഹു പുറത്തു കൊടുക്കൂല, അവൻ നരകത്തിൽ തന്നെ ശാശ്വതമായി കഴിയേണ്ടി വരും. അവർ റജുല യഖ്തുലു മുഅ്മിനൻ മുതഅമ്മിദ, അതുപോലെ ഒരു മുഅ്മിനായ മനുഷ്യനെ മനഃപൂർവ്വം കൊന്നുകളഞ്ഞാൽ അവനും ശാശ്വതമായി നരകത്തിൽ വസിക്കേണ്ടി വരും, അവന്റെ ദോഷവും അല്ലാഹു പൊറുക്കൂല എന്ന് മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അഥവാ വളരെ ഗൗരവമുള്ള തെറ്റാണ് ഇത് എന്നർത്ഥം. അതുപോലെ വ്യഭിചാരവും വലിയ പാതകമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇത്തഖുസ്സിനാ ഫഇന്ന ഫീഹി സിത്ത ഖിസാലിൻ. ഇത്തഖുസ്സിനാ, നിങ്ങൾ വ്യഭിചാരത്തെ സൂക്ഷിക്കണം. ഫഇന്ന ഫീഹി സിത്ത ഖിസാലിൻ, കാരണം വ്യഭിചാരത്തിൽ 6 കാര്യങ്ങളുണ്ട്. വ്യഭിചാരത്തിന്റെ അനന്തരഫലമായി അതിന്റെ ശിക്ഷയായി ഒരാൾക്ക് ലഭ്യമാകുന്നത് 6 ശിക്ഷയാണ്. സലാസുൻ ഫിദ്ദുനിയ, അതിൽ 3 ശിക്ഷ അവനക്ക് ലഭ്യമാകുന്നത് ഭൗതികമായ ലോകത്ത് വെച്ച് തന്നെയാണ്, ദുനിയാവിൽ വെച്ച് തന്നെയാണ്. വസലാസുൻ ഫിൽ ആഖിറ, 3 ശിക്ഷ അവന് ലഭ്യമാകുന്നത് ആഖിറത്തിൽ വെച്ചുകൊണ്ടാണ്. ഒരാൾ വ്യഭിചരിച്ചാൽ അതിന്റെ 3 ശിക്ഷ ഭൗതിക ലോകത്ത് വെച്ച് തന്നെ അല്ലാഹു അവന് നൽകും. അതുപോലെ മറ്റ് 3 ശിക്ഷ ആഖിറത്തിൽ വെച്ചാണ് അല്ലാഹു നൽകുന്നത് എന്ന് മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി റസൂലുള്ളാഹി തങ്ങൾ ദുനിയാവിൽ വെച്ച് കിട്ടുന്ന ശിക്ഷയും ആഖിറത്തിൽ വെച്ച് കിട്ടുന്ന ശിക്ഷയും വിശദീകരിക്കുന്നുണ്ട്. ഫഅമ്മല്ലതീ ഫിദ്ദുനിയ, ദുനിയാവിൽ വ്യഭിചാരിയായ ആൾക്ക് ലഭ്യമാകുന്ന ശിക്ഷ, യുദ്ഹിബുൽ ബഹാ, അവന്റെ മുഖത്ത് നിന്ന് അല്ലാഹു പ്രകാശത്തെ മായ്ച്ചു കളയും. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മുഖത്തിന് പ്രത്യേകമായൊരു പ്രകാശമുണ്ടാകും. വ്യഭിചാരിയായ ആളെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുഖത്ത് പ്രകാശമുണ്ടാകൂല, അവൻ മുഖത്ത് ഗാംഭീര്യമുണ്ടാകൂല. ആണ് വ്യഭിചാരിയായ മനുഷ്യന് ലഭ്യമാകുന്ന ഒന്നാമത്തെ ശിക്ഷ. രണ്ടാമത്തെ ശിക്ഷ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, വയൂരിസുൽ ഫഖറ, അവൻ അല്ലാഹു ദാരിദ്ര്യം കൊടുക്കും. വ്യഭിചാരിയായ മനുഷ്യൻ അവനെത്ര സമ്പന്നനായ ആളാണെങ്കിലും അവന്റെ സമ്പത്തിൽ ബർക്കത്തുണ്ടാകൂല. അവന്റെ സമ്പത്തിൽ ബർക്കത്ത് അല്ലാഹു എടുത്തു കളയും. അതിന്റെ അനന്തരഫലമായി അവൻ ദരിദ്രനായിത്തീരും. സമ്പത്ത് മുഴുവൻ അവസാനിച്ചു തീർന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ട് അവസാനം പാപ്പരായി ദരിദ്രനായി തീരുന്ന സാഹചര്യമുണ്ടാകും. മൂന്നാമത്തെ ശിക്ഷ വയംബുസുൽ ഉംറ, അവന്റെ ആയുസ് അല്ലാഹു ചുരുക്കിക്കളയും. വ്യഭിചാരിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആയുസ് കുറവായിരിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഈ 3 തിന്മകൾ, ഈ 3 ശിക്ഷകൾ അത് ഭൗതിക ലോകത്ത് വെച്ച് വ്യഭിചാരിയായ ആൾക്ക് ലഭ്യമാകുന്ന ശിക്ഷയാണ്. മറ്റ് 3 ശിക്ഷകൾ ആഖിറത്തിൽ കിട്ടുന്ന ശിക്ഷയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഅമ്മല്ലതീ ഫിൽ ആഖിറ, ആഖിറത്തിൽ വ്യഭിചാരിക്ക് ലഭ്യമാകുന്ന 3 ശിക്ഷ, അതിലൊന്ന് ഫസഖത്തുല്ലാഹ്, അല്ലാഹുവിന്റെ കോപമാണ്. വ്യഭിചാരിയായ മനുഷ്യനോട് അല്ലാഹുവിന് കോപമുണ്ടാകും, ദേഷ്യമുണ്ടാകും. അത് പരലോകത്ത് വെച്ച് അവന് ലഭ്യമാകുന്ന പ്രധാനപ്പെട്ട ശിക്ഷയാണ്. രണ്ടാമത്തേത് വസൂഉൽ ഹിസാബ്, വ്യഭിചാരിയോട് അല്ലാഹുവിന്റെ ഹിസാബ് വളരെ കടുത്തതായിരിക്കും, വളരെ മോശമായ ഹിസാബായിരിക്കും. കോടാനുകോടി ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന മഹ്ശറയിൽ വെച്ച് അല്ലാഹു വ്യഭിചാരിയായ ഒരു മനുഷ്യനെ ഹിസാബ് നടത്തുമ്പോ അത് വളരെ ഗൗരവമായ ഹിസാബാണ്. കോടിക്കണക്കായ ആളുകളുടെ മുമ്പിൽ വെച്ച് സമൂഹത്തിൽ മാന്യനായി ജീവിച്ചിരുന്ന ആ മനുഷ്യനെ അല്ലാഹു വഷളാക്കും. അവിടെ വെച്ച് അപമാനിതനായി തീരുന്ന സാഹചര്യമുണ്ടാകും. വ്യഭിചാരിയായ ആൾക്ക് പരലോകത്ത് വെച്ച് കിട്ടുന്ന രണ്ടാമത്തെ ശിക്ഷ അതാണെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തെ ശിക്ഷ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, വഅദാബുന്നാർ, നരകത്തിൽ വെച്ച് അള്ളാഹു നൽകുന്ന വേദനാജനകമായ ശിക്ഷയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, വ്യഭിചാരിക്ക് നരകത്തിൽ വെച്ച് ലഭ്യമാകുന്ന ശിക്ഷ അസാം എന്ന് പറയുന്ന, അവിടെ നരകത്തിലുള്ള അവിശ്വാസികളായ ആളുകളുടെ ചീഞ്ചലം ഒഴുകിപ്പോകുന്ന സ്ഥലത്ത് വെച്ച് ആ ചീഞ്ചലം കുടിപ്പിച്ചുകൊണ്ട് അവരെ അള്ളാഹു പരീക്ഷിക്കും, ശിക്ഷിക്കുമെന്ന് നമ്മൾ സൂചിപ്പിച്ചതാണ്. ഇങ്ങനെ ഭൗതിക ലോകത്തും പരലോകത്ത് വെച്ചും ശിക്ഷ ലഭ്യമാകുന്ന തിന്മയാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. ഈ 3 തിന്മയും ശിർക്ക് എന്ന് പറയുന്നതും, അതുപോലെ ഒരാളെ വധിക്കുക എന്നതും, അതുപോലെ വ്യഭിചാരം എന്ന് പറയുന്നതും
വളരെ ഗൗരവമുള്ള തിന്മയായതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ തിന്മ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇനി ആ തിന്മ വന്നുപോയാലോ, ആ തിന്മ വന്നുപോയാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്ത് എന്നതിനെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പഠിക്കേണ്ടത്. തൊട്ടടുത്ത ആയത്തിലായി വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു, ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സ്വാലിഹാ ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. ഇല്ലാ മൻ താബ, തൗബ ചെയ്ത ആളൊഴിച്ച്, ഇത്തരം തിന്മകൾ ചെയ്തു പോയി, അവൻ ശിർക്ക് ചെയ്തു, അല്ലെങ്കിൽ കൊലപാതകം ചെയ്തു, അല്ലെങ്കിൽ വ്യഭിചാരം ചെയ്തു, എന്നിട്ടവൻ തൗബയും ചെയ്യുന്നില്ല എങ്കിലാണ് അവൻ ഇബാദുർ റഹ്മാനിൽ പെടില്ല എന്ന് നമ്മൾ പറഞ്ഞത്. ആ ഇബാദുർ റഹ്മാൻ അവൻ പെടണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ശിക്ഷയുടെ, ഈ തിന്മയുടെ ഭവിഷ്യത്തിൽ നിന്ന്, അതിന്റെ ശിക്ഷയിൽ നിന്ന് അവൻ രക്ഷപ്പെടാനുള്ള മാർഗം വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇല്ലാ മൻ താബ, തൗബ ചെയ്യുന്നവൻ ഒഴിച്ച്, അഥവാ അവൻ തൗബ ചെയ്യണം. ഇങ്ങനെ തിന്മ ചെയ്തു പോയാൽ, തെറ്റ് ചെയ്തു പോയാൽ അതിൽ നിന്ന് മുക്തമാകാൻ വേണ്ടി അവൻ തൗബ ചെയ്യണം. വആമന, അതുപോലെ സത്യവിശ്വാസിയായാലും ഒഴിച്ച്, അഥവാ ശിർക്കാണ് ചെയ്തു പോയതെങ്കിൽ അവൻ മുഅ്മിനാകണം, ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് മുഅ്മിനാകണം. അങ്ങനെ മുഅ്മിനായി മാറിയാൽ അവന്റെ ശിർക്ക് എന്ന് പറയുന്ന പാപമില്ലാതായിത്തീരും. വഅമില അമലൻ സ്വാലിഹാ, അതോടൊപ്പം അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താലൊഴിച്ച്, അഥവാ തിന്മ ചെയ്തു പോയാൽ ആ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള 3 ഉപാധിയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഒന്ന്, തൗബ ചെയ്യുക, അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുക. രണ്ടാമത്തത് മുഅ്മിനാവുക, അഥവാ ശിർക്ക് ചെയ്തു പോയ ആളാണെങ്കിൽ അവൻ മുഅ്മിനായി തീരുക. അതുപോലെ വഅമില അമലൻ സ്വാലിഹാ, അതുപോലെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ഒരു തിന്മ ചെയ്തു പോയാൽ ഒരു നന്മ ചെയ്യുക, തൗബ ചെയ്യൽ മാത്രമല്ല അതോടൊപ്പം നന്മയും ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫൗലൈക, അക്കൂട്ടർ, യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്, അവരുടെ തിന്മകൾ അല്ലാഹു നന്മകളാക്കി മാറ്റിക്കൊടുക്കും. വകാന അല്ലാഹു ഗഫൂറർ റഹീമ, അല്ലാഹു വല്ലാതെ ദോഷം പൊറുക്കുന്നവനും വല്ലാതെ കരുണ ചെയ്യുന്നവനുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ. അഥവാ തിന്മ ചെയ്തു പോയ ആൾ, ആ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അവൻ തൗബ ചെയ്യുക, യഥാർത്ഥ വിശ്വാസിയായി മാറുക, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അങ്ങനെ ചെയ്ത തിന്മ അല്ലാഹു മാറ്റുമെന്ന് ഖുർആൻ. ഒരു സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ട കാര്യം തൗബ ചെയ്യുക എന്നതാണ്. ഈ ആയത്ത് അവതീർണമാകുന്നത് മഹാനായ സയ്യിദുനാ വഹ്ശി റളിയല്ലാഹു തആല അൻഹുവിന്റെ വിഷയത്തിലാണ് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. മഹാനായ വഹ്ശി റളിയല്ലാഹു തആല അൻഹു നമുക്കറിയാം, മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളിൽ ഏറ്റവും അവസാന സ്ഥാനത്ത് നിൽക്കുന്ന സഹാബികളിൽപ്പെട്ട ആളാണ് വഹ്ശി റളിയല്ലാഹു തആല അൻഹു. മഹാനായ സയ്യിദുനാ ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന മഹാനായ സഹാബിയെ വധിച്ച ആളാണ് വഹ്ശി. അതിനുശേഷം ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് മുസൈലിമത്തുൽ കദ്ദാബുമായി യമാമയിൽ യുദ്ധമുണ്ടായപ്പോ ആ യുദ്ധത്തിൽ വെച്ച് കള്ളപ്രവാചകനായ മുസൈലിമത്തുൽ കദ്ദാബിനെ വധിച്ചതും ഇതേ വഹ്ശി റളിയല്ലാഹു തആല അൻഹു തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഖതൽതു ഖൈറൻ നാസി വഖതൽതു ശർറൻ നാസ്, ജനങ്ങളിൽ വളരെ നല്ല ഒരാളെ ഞാൻ കൊന്നിട്ടുണ്ട്, മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ ഞാൻ കൊന്നിട്ടുണ്ട്. അതുപോലെ വളരെ മോശക്കാരനായ ഒരാളെയും കൊന്നിട്ടുണ്ട്, അതായത് മുസൈലിമത്തുൽ കദ്ദാബിനെയും ഞാൻ കൊന്നിട്ടുണ്ട് എന്ന് മഹാനായ വഹ്ശി റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ട്. അദ്ദേഹം വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ വേണ്ടി മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നു. നബി തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് വിശുദ്ധ ഇസ്ലാമിലേക്ക് കൽപ്പിച്ചു, എനിക്ക് ഇമാമിനെ മുസ്ലിമായാലേ ആഖിറം രക്ഷപ്പെടൂ എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ നാളെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടി, നാളെ ആഖിറം രക്ഷപ്പെടുത്താൻ വേണ്ടി എനിക്ക് മുസ്ലിമാകണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആന്റെ ഒരു ആയത്ത് എനിക്ക് വല്ലാതെ ആശങ്ക നൽകുകയാണ്, എന്നെ ആശങ്കപ്പെടുത്തുകയാണ്. ആ ആയത്ത് കാണുമ്പോ ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടും രക്ഷയില്ലേ എന്ന് തോന്നിപ്പോവുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ഏതാണ് ആ ആയത്ത്? മഹാനായ വഹ്ശി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല, അതിനു മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശുദ്ധ ഖുർആന്റെ ആയത്ത് ഓതിക്കൊടുക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്ത ആയത്ത്, വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖറ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ
വമൻ യഫ്അൽ ദാലിക യൽഖാ സാമാ യുളാഫു ലഹുൽ അസാബു യൗമൽ ഖിയാമ വയഖ്ലുദു ഫീഹി മുഹാനാ. മഹാനായ വഹ്ശ് റളിയല്ലാഹു തആല അൻഹു മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓതിക്കൊടുക്കുകയാണ്. ഇബാദുർ റഹ്മാനെ വിശേഷിപ്പിച്ചെടുത്ത് നാളെ സ്വർഗീയ ലോകത്ത് കൂടെ കടന്നു ചെല്ലുന്ന മുഅ്മിനീങ്ങളായ ആളുകളെ വിശേഷിപ്പിച്ചെടുത്ത് അള്ളാഹു പറയുന്നുണ്ടല്ലോ, വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അവർ അല്ലാഹു അല്ലാത്ത മറ്റൊരു ദൈവത്തെയും ആരാധിക്കാത്തവരാണ്. വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു കൊല്ലൽ ഹറാമാക്കിയ ഒരു ശരീരത്തെയും കൊല്ലാത്തവരാണ്. വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കാത്തവരുമാണ്. ഇങ്ങനെ ഈ മൂന്നാലൊരു തിന്മ ആരെങ്കിലും ചെയ്താൽ വമൻ യഫ്അൽ ദാലിക യൽഖാ സാമാ, ഈ മൂന്നിലേതെങ്കിലും ഒരു തിന്മ ഒരാൾ ചെയ്താൽ അവൻ വേദനാജനകമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. യുളാഫു ലഹുൽ അസാബു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവന്റെ ശിക്ഷ ഇരട്ടി ഇരട്ടിയായി അല്ലാഹു നൽകും. വയഖ്ലുദു ഫീഹി മുഹാന, ശാശ്വതമായി മുന്യനായി അവൻ ആ ശിക്ഷയിൽ തന്നെ ജീവിക്കേണ്ടി വരും കാലാകാലം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ നബിയെ. ഞാനാണെങ്കിൽ ഫഇന്നീ അശ്റക്തു ബില്ലാഹ്, വഹ്ശി പറയുകയാണ്, ഞാൻ ശിർക്ക് ചെയ്തു പോയിട്ടുണ്ട് നബിയെ. വഖതൽതു നഫ്സല്ലതീ ഹറമല്ലാഹു തആല, അല്ലാഹു കൊല്ലൽ ഹറാമാക്കിയ ശരീരത്തെ മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ള മഹാന്മാരായ സഹാബത്തിൽ പലരെയും ഞാൻ വധിച്ചു പോയിട്ടുണ്ട് നബിയെ. മാത്രമല്ല വസൈനത്തു, ഞാൻ വ്യഭിചാരവും ചെയ്തിട്ടുണ്ട് നബിയെ. അല്ലാഹു ചെയ്യരുതെന്ന് പറഞ്ഞവൻ പാപങ്ങളായി എണ്ണിയ ഈ മൂന്ന് തിന്മയും നബിയെ ഞാൻ ചെയ്തു പോയിട്ടുണ്ട്. ഹൽ യഖ്ബലുല്ലാഹു മിന്നീ തൗബ, അല്ലാഹു എന്റെ തൗബ സ്വീകരിക്കാൻ വല്ല സാധ്യതയുമുണ്ടോ നബിയെ എന്ന് മഹാനായ വഹ്ശി റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറച്ചു സമയം മിണ്ടാതിരിക്കുകയാ. കാരണം വഹ്ശിയുടെ ഈ ചോദ്യത്തിന് മറുപടി പറയാൻ മാത്രം വഹ്ശിയുടെ സന്ദേശം ലഭ്യമായിട്ടില്ല, ദിവ്യബോധനമുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ വഹ്ശി റളിയല്ലാഹു തആല അൻഹുവിനെ അല്പം മാറ്റി നിർത്തിയിട്ട് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിണ്ടാതിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴാ മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹ്യുമായി കടന്നു വരുന്നത്. ജിബ്രീൽ വന്നുകൊണ്ട് മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കോരിക്കൊടുത്തു, ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹൻ ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. നബിയെ, ഈ പറഞ്ഞത് ആരെക്കുറിച്ചാണെന്നറിയോ? ഈ തിന്മകൾ ചെയ്തു പോയിട്ട് തൗബ ചെയ്യാത്തവനെ കുറിച്ചാണ്, ശിർക്ക് ചെയ്തിട്ട് മുസ്ലിമാകാത്തവനെ കുറിച്ചാണ്, അതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്യാത്ത ആളുകളെ കുറിച്ചുമാണ്. ഇങ്ങനെ തൗബ ചെയ്യുകയും മുഅ്മിനാകുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ അവന്റെ തിന്മകളൊക്കെ അള്ളാഹു നന്മകളാക്കി മാറ്റിക്കൊടുക്കും, അള്ളാഹു അവന് പുറത്തു കൊടുക്കും നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ വിശുദ്ധമായ വാക്യം ഓതിക്കൊടുത്തപ്പോ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹ്ശിയെ അടുത്തേക്ക് വിളിക്കുകയാണ്. വഹ്ശിയെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടെ ഈ വിശുദ്ധമായ വചനങ്ങൾ ഓതിക്കൊടുക്കുന്നു. വഹ്ശി, നിങ്ങൾ പ്രയാസപ്പെടുത്തേണ്ടതില്ല, നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടതില്ല, നിങ്ങളുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിശുദ്ധമായ വചനങ്ങൾ ഓതിക്കൊടുത്തപ്പോ വഹ്ശി പറയുകയാണ്, നബിയേ, ഈ ആയത്തിന്റെ ആശങ്ക മാറ്റാൻ പര്യാപ്തമല്ല. ഈ ആയത്ത് കൊണ്ട് എന്റെ പ്രശ്നം തീരുന്നില്ല. കാരണം എന്താ? ഇന്നി അറാ ഷർത്ത, ഇവിടെ ധാരാളം നിബന്ധനകൾ അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹ് എന്താ പറഞ്ഞത്? ഇല്ലാമൻ താബ, തൗബ ചെയ്യണം, വആമന, മുഅ്മിനാകണം, വഅമില അമലൻ സാലിഹ, പിന്നീട് സൽക്കർമ്മങ്ങൾ ചെയ്യുകയും വേണം. ഇതൊക്കെ ചെയ്താലാണ് എന്റെ ദോഷം പൊറുക്കൂന്നല്ലേ അള്ളാഹ് പറയുന്നത്. ഞാൻ മുഅ്മിനാകാൻ തയ്യാറാണ്, തൗബ ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഫലഅല്ലീ ലാ അമലു സാലിഹ, എനിക്കെങ്ങാനും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവസരം ലഭ്യമാകാതെ പോയാലോ? ഞാൻ മുഅ്മിനായി, പക്ഷേ എനിക്ക് പിന്നീട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവസരം ലഭ്യമാകുന്നില്ല, എനിക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധ്യമാകുന്നില്ല. എങ്കിൽ ഞാനും നരകത്തിലേക്ക് പോകില്ല നബിയേ, എന്റെ തൗബ അല്ലാഹ് സ്വീകരിക്കാതെ പോകൂല നബിയേ എന്ന് ചോദിക്കുമ്പോ എന്നിട്ട് വഹ്ശി പറയുന്നു, നബിയെ, ഞാൻ അല്പം കൂടി മാറിയിരിക്കാം, കുറച്ചു സമയം കൂടി ഞാൻ കാത്തിരിക്കാം. അനഫി ജിവാരിക്കാത്ത അസ്മാ കലാമല്ലാഹ്, ഞാൻ ഇവിടെ തന്നെയുണ്ട്, ഞാൻ പോകുന്നില്ല. ഹത്താ അസ്മാ കലാമല്ലാഹ്, അള്ളാഹുവിന്റെ കലാം ഞാൻ കേൾക്കട്ടെ. ഈ വിഷയത്തിൽ അള്ളാഹു ഒരു തീരുമാനം പറയട്ടെ, ആ തീരുമാനം പറയുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ വഹ്ശി റളിയല്ലാഹു തആല അൻഹു അല്പം മാറിയിരിക്കുന്നു.
ആ സമയത്ത് വീണ്ടും മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹീന്റെ സന്ദേശവുമായി കടന്നു വരികയാ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് പറയുന്നു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു അല്ലാഹുവിനോട് ആരെങ്കിലും ശിർക്ക് ചെയ്താൽ ആ ശിർക്ക് അല്ലാഹു പൊരുത്തപ്പെട്ടു വരൂല, ആ ശിർക്ക് അല്ലാഹു പൊറുക്കൂല. അതേ സമയത്ത് ശിർക്കല്ലാത്ത എന്ത് തിന്മ ചെയ്തു പോയാലും അല്ലാഹുവിനോട് പറഞ്ഞാൽ അല്ലാഹു അത് പൊരുത്തപ്പെടുക തന്നെ ചെയ്യും. ശിർക്ക് ചെയ്താൽ മുഅ്മിനായാലേ പൊറുക്കൂ. ബഷിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുഅ്മിനാകാൻ തയ്യാറാ, അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് വിഷയമല്ല. അതേസമയത്ത് പിന്നീട് തിന്മകൾ ചെയ്തു പോയാൽ ആ തിന്മകൾ പൊറുക്കണമെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് മാത്രമേ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മറ്റ് തിന്മകൾ അള്ളാഹു പുറത്തു കൊടുക്കാൻ തയ്യാറാ. ഈ ആയത്ത് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഷീർ റളിയല്ലാഹു തആല അൻഹു ഓതിക്കൊടുക്കുകയാണ്. ആ സമയത്തും ബഷീർ പറയുന്നു, നബിയെ, ഈ ആയത്തും എന്റെ ആശങ്ക മാറ്റാൻ പര്യാപ്തമല്ല. എന്തുകൊണ്ടെന്നറിയുമോ? അല്ലാഹ് എന്താ പറയുന്നത്? മറ്റുള്ള തിന്മകളും മറ്റുള്ള തെറ്റുകളും അല്ലാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു പുറത്തു വരും എന്നല്ലേ പറയുന്നത്? വലഅല്ലി മിമ്മൻ ലാ യശാ, എന്റെ തെറ്റ് പുറത്തു വരാൻ അല്ലാഹു ഉദ്ദേശിച്ചു എന്ന് ആർക്കറിയാം? വലഅല്ലി മിമ്മൻ ലാ യശാ, ഒരുപക്ഷേ അല്ലാഹു എന്റെ തെറ്റ് പുറത്തു വരാൻ, എന്റെ തിന്മ പുറത്തു വരാൻ അല്ലാഹു ഉദ്ദേശിച്ചില്ലെങ്കിലോ നബിയെ, ഞാൻ പരാജയപ്പെട്ടു പോകൂലേ, ഞാൻ നരകത്തിലായി പോകൂലേ? ഈ വിഷയവും എന്റെ പ്രശ്നത്തിന് പരിഹാരമല്ല. അതുകൊണ്ട് നബിയെ, അനഫീജി വാരിക്, ഞാൻ അല്പസമയം കൂടി മാറിയിരിക്കാം. ഹത്താ അസ്മാ കലാമല്ലാഹ്, എന്റെ തീരുമാനം, എന്റെ വിഷയത്തിൽ ശാശ്വതമായൊരു തീരുമാനമുണ്ടാകണം, ശാശ്വതമായൊരു പരിഹാരമുണ്ടാകണം. ആ പരിഹാരമുണ്ടാകുന്നതുവരെ ഞാൻ അല്പം കൂടി മാറിയിരിക്കുകയാണ് നബിയെ. മഹാനായ ബഷീർ റളിയല്ലാഹു തആല അൻഹു വീണ്ടും മാറിയിരിക്കുന്നു. വീണ്ടും മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹിയുമായി വരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ഓടിക്കൊടുക്കുന്നു സൂറത്തു സുമറിലെ 83-ാമത്തെ ആയത്ത്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീആ. ഖുൽ നബിയെ, തങ്ങൾ പറഞ്ഞു കൊടുക്കണം, യാ ഇബാദി, എന്റെ അടിമകളെ, അല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളോട് അതിക്രമം ചെയ്തു പോയ, തിന്മ ചെയ്തു പോയ എന്റെ അടിമകളോട് നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കണം, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങളൊന്നും നിരാശരാകരുത്. അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ്, അള്ളാഹു വല്ലാതെ കരുണ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിങ്ങൾ നിരാശനായി പോകരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീആ, അള്ളാഹു എല്ലാ ദോഷങ്ങളും പുറത്തു തരുന്നവരാണ്. അതുകൊണ്ട് തെറ്റ് ചെയ്തു പോയി എന്നതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല എന്ന് തിന്മ ചെയ്തു പോയ, അതിക്രമം ചെയ്തു പോയ എന്റെ അടിമകളോട് നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന ആയത്തുമായി മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് മഹാനായ ബഷീർ റളിയല്ലാഹു തആല അൻഹുവിന് ഓതിക്കൊടുക്കുന്നു. ഉടൻ ബഷീർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. കാരണം അല്ലാഹു പറയുന്നത്, ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീആ, അള്ളാഹു എല്ലാ തെറ്റുകളും പൊറുക്കാൻ സന്നദ്ധനാണെന്ന് അള്ളാഹു പറഞ്ഞതോടുകൂടെ എന്റെ പ്രശ്നത്തിന് പരിഹാരമായി. അള്ളാഹു എന്റെ എല്ലാ തെറ്റുകളും പൊറുക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഞാൻ വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണെന്ന് പറഞ്ഞുകൊണ്ട് മഹാനാശയുകയാ. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകളൊക്കെ പുറത്തു തരാൻ സന്നദ്ധനാണ്. പക്ഷേ അള്ളാഹുവിനോട് തൗബ ചെയ്യണം എന്ന് മാത്രം. തൗബ ചെയ്ത ആളുകളുടെ എല്ലാ ആളുകളുടെയും ദോഷങ്ങൾ, ശിർക്കല്ലാത്ത എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു തരും. ഷിർക്ക് പുറത്തു വരണമെങ്കിൽ മുഅ്മിനാകേണ്ടി വരും, ഷഹാദത്ത് ചൊല്ലി വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരണം. മറ്റു തിന്മകളൊക്കെ തൗബ കൊണ്ട് അള്ളാഹു പുറത്തു തരുന്നതാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, പ്രമുഖനായ സഹാബിയ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ സന്നിധിയിലേക്ക് ഒരു സ്ത്രീ കടന്നു വന്നു. ഒരു പെണ്ണ് വന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, ഹല്ലി മിൻ തൗബ, അബൂ ഹുറൈറ, എനിക്ക് തൗബയുണ്ടോ എന്ന ചോദ്യവുമായി ആ പെണ്ണ് വരുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നിങ്ങളുടെ തെറ്റെന്താ? നിങ്ങളുടെ തിന്മ എന്ത് എന്നറിയാതെ നിങ്ങൾക്ക് തൗബയുണ്ടോ ഇല്ലേ എന്നെങ്ങനെ പറയാൻ കഴിയും? നിങ്ങളുടെ തിന്മ എന്താണ് എന്ന് ചോദിച്ചപ്പോ ആ പെണ്ണ് പറഞ്ഞു, ഇന്നി സനൈതു വലത്തു വഖതൽതുഹു, ഇന്നി സനൈതു അബൂ ഹുറൈറ, ഞാൻ വ്യഭിചരിച്ചു പോയിട്ടുണ്ട്, ഞാൻ വ്യഭിചാരിണിയായ പെണ്ണാണ് മാത്രമല്ല
മാത്രമല്ല വലത്തു, ആ വ്യഭിചാരത്തിൽ ഞാൻ ഗർഭിണിയാകുകയും ഞാനൊരു കുട്ടിയെ പ്രസവിക്കുകയും ചെയ്തു. ആ കുട്ടിയെ പ്രസവിച്ചപ്പോ എനിക്ക് വല്ലാത്ത അപമാനം തോന്നി. സമൂഹത്തിന്റെ ഇടയിലേക്ക് ആ കുട്ടിയെയും എടുത്ത് എനിക്ക് മുന്നോട്ട് വരാൻ കഴിയില്ല, സമൂഹത്തിന്റെ ഇടയിലേക്ക് വരാൻ കഴിയില്ല. ആളുകൾ എന്നെ പരിഹസിക്കും, ആ കുട്ടിയെ പരിഹസിക്കും, കുട്ടിയെ ജാരസന്തതി എന്ന് വിളിച്ചുകൊണ്ട് കുട്ടി ജീവിക്കുന്ന കാലം അത്രയും കുട്ടിയെ പരിഹസിക്കുന്ന സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ വഖതൽതുഹു, ആ കുട്ടിയെ ഞാൻ കൊന്നുകളഞ്ഞു. അബൂ ഹുറൈറ, ഈ രണ്ട് തിന്മ ഞാൻ ചെയ്തു പോയിട്ടുണ്ട്. ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, ഞാൻ എന്റെ കുട്ടിയെ കൊന്നിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു മറ്റൊന്നും ആലോചിക്കാതെ പറഞ്ഞു, പെണ്ണേ, നീ വളരെ ഗൗരവമുള്ള രണ്ട് തിന്മയാ ചെയ്തത്. ഒന്ന്, നീ വ്യഭിചരിച്ചു. രണ്ടാമതായി, ഒന്നും അറിയാത്ത പാവപ്പെട്ട പിഞ്ചോമന പൈതലിനെ നീ കൊന്നുകളഞ്ഞു. വല്ലാത്തൊരു തിന്മയാണ് ചെയ്തത്. അതുകൊണ്ട് ലാ തൗബത ലക്, നിനക്ക് തൗബക്ക് അവകാശമില്ല പെണ്ണേ എന്ന് പറഞ്ഞപ്പോ ഈ പെണ്ണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാ. ആ പെണ്ണ് എഴുന്നേറ്റ് പോയി. പിറ്റേന്ന് രാവിലെ സുബഹിക്ക് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു മദീന പള്ളിയിലേക്ക് കടന്നു വരികയാ. മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സുബഹിന്റെ നിസ്കാരത്തിൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പങ്കെടുക്കുകയാ. സുബഹി നിസ്കാരം കഴിഞ്ഞു, സുബഹിന്റെ ജമാഅത്ത് കഴിഞ്ഞു. മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബിയേ, ഇന്നലെ ഒരു സംശയം ചോദിക്കാൻ വേണ്ടി ഒരു പെണ്ണിന്റെ അടുത്ത് വന്നിരുന്നു. അവരെന്നോട് പറഞ്ഞത് അവർ വ്യഭിചാരിണിയാണ് എന്ന് പറഞ്ഞു. ആ വ്യഭിചാരത്തിലുണ്ടായ കുട്ടിയെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞു. ആ പെണ്ണിന് തൗബയുണ്ടോ എന്ന് ആ പെണ്ണിനോട് ചോദിച്ചപ്പോ തൗബ ഇല്ല എന്ന മറുപടിയാണ് ഞാൻ പറഞ്ഞത് നബിയെ എന്ന് പറഞ്ഞപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ബേസമാ ഖുൽത്, അബൂ ഹുറൈറ, നീ പറഞ്ഞത് വളരെ മോശമായി പോയി. നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ആരാണ് ില്ലേ വിശുദ്ധ ഖുർആനിലെ ഇല്ലാമൻ താബ വആമന വഅമില സ്വാലിഹൻ ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത് വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. തൗബ ചെയ്യുന്ന ആളുകൾ, അതുപോലെ വിശ്വസിക്കുന്ന ആളുകൾ, സൽക്കർമ്മം ചെയ്യുന്ന ആളുകൾ, അവരുടെ തിന്മകൾ അല്ലാഹു നന്മകളാക്കി മാറ്റിക്കൊടുക്കുമെന്നും അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമെന്നും പറഞ്ഞ വിശുദ്ധ ഖുർആനിലെ ആയത്ത് നിങ്ങൾ ഓതിയിട്ടില്ലേ അബൂ ഹുറൈറ? അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ കാര്യം വളരെ മോശമായി പോയി എന്ന് പറഞ്ഞപ്പോ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു വേവലാതിയോടുകൂടെ ബേജാറോടുകൂടെ പള്ളിയിൽ നിന്നിറങ്ങുകയാ. കാരണം വലിയൊരു തെറ്റാണ് അദ്ദേഹം ചെയ്തത്. ഒരു പെണ്ണിന് തൗബ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുത്തുകയാ. അതുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. പുറത്തേക്കിറങ്ങിയിട്ട് മദീനയിലെ എല്ലാ പ്രദേശങ്ങളും, മദീനയിലെ തെരുവോരങ്ങൾ മുഴുവൻ ഈ പെണ്ണിനെയും അന്വേഷിച്ചു നടന്നു. അന്ന് രാത്രി വരെ ആ പെണ്ണിനെ കണ്ടുകിട്ടുന്നില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്വേഷണത്തിലാണ്. അന്ന് രാത്രിയിലാണ് ആ പെണ്ണിനെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന് കണ്ടുമുട്ടാൻ കഴിയുന്നത്. രാത്രിയിൽ പെണ്ണിനെ കണ്ടുമുട്ടിയപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ, നിന്റെ വിഷയം ഞാൻ ഇന്ന് പ്രഭാതത്തിൽ നിന്ന് സുബഹിക്ക് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിച്ചു. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് തൗബയുണ്ട് എന്നാണ് എന്ന് പറഞ്ഞപ്പോ ആ പെണ്ണവിടെ സുജൂദിൽ കിടക്കുകയാണ്, സുജൂദിലായി വീഴുകയാണ്. എന്നിട്ട് ആ പെണ്ണ് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ജഅലനീ മഖ്റജ വതൗബ, എനിക്ക് അല്ലാഹു ഈ പ്രശ്നത്തിന്റെ പരിഹാരം തന്നിരിക്കുന്നു, എനിക്ക് അല്ലാഹു തൗബ നിശ്ചയിച്ചു തന്നിരിക്കുന്നു, അതുകൊണ്ട് അല്ലാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണ് സുജൂദ് ചെയ്യുകയാ. ആ സുജൂദിൽ കിടന്നുകൊണ്ട് ആ പെണ്ണ് തൗബ ചെയ്തു എന്ന് മാത്രമല്ല, തന്റെ കൂടെ ഉണ്ടായിരുന്ന തന്റെ അടിമ സ്ത്രീയെയും ആ അടിമ സ്ത്രീയുടെ കുട്ടിയെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ആ പെണ്ണ് എത്തിക്ക് ചെല്ലുകയാണ്. ആ പെണ്ണ് മോചിപ്പിക്കുകയാണ്. എന്നിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നു. ആ തൗബയുടെ അനന്തരഫലമായി ആ പെണ്ണിന്റെ സർവ്വപാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുകയാ. അഥവാ നമ്മെ സംബന്ധിച്ചിടത്തോളം തെറ്റ് ചെയ്തു പോയാൽ അത് പൊറുപ്പിക്കാനുള്ള മാർഗങ്ങളുണ്ട്, പൊറുപ്പിക്കാനുള്ള മാർഗമുണ്ട്. തെറ്റ് ചെയ്തു എന്നതുകൊണ്ട് നിരാശനാകരുത്. അഥവാ തൗബ ഉണ്ട് എന്ന് കരുതി തെറ്റ് ചെയ്യാനും പാടില്ല. മഹാന്മാരായ ആളുകൾ എങ്ങനെയാ പറയുന്നത്? ഒരാൾ തെറ്റ് ചെയ്യുന്നതുവരെ തൗബയുടെ വിഷയത്തിൽ ഒന്ന് പ്രതീക്ഷയുണ്ടാകരുത്. തെറ്റ് ചെയ്യുന്നവരെ പ്രതീക്ഷയുണ്ടാകരുത്. പഠിച്ചോ, ഞാൻ എന്ത് ചെയ്താലും അല്ലാഹു പുറത്തു വരും എന്ന് തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടാകരുത്. അതേസമയത്ത് തെറ്റ് ചെയ്തു പോയാൽ അയാൾ ആഗ്രഹിക്കേണ്ടത് അല്ലാഹു എല്ലാം പൊറുക്കുന്നവനാണ്.
അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഹീമാണ്. അതുകൊണ്ട് തന്നെ എന്റെ തിന്മ അള്ളാഹു പുറത്തു വരുമെന്ന ബോധമാണ് തെറ്റ് ചെയ്തു പോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഒരാൾ തിന്മ ചെയ്തു പോയാൽ അതിന്റെ അനന്തരഫലമായി നാലാലൊരു കാര്യം സംഭവിക്കേണ്ടതുണ്ട് എന്നാണ്. നാലാലൊരു കാര്യം അയാൾ ചെയ്യണം. അയാളുടെ ഈ തിന്മയുടെ ശിക്ഷ ഒഴിവാകാൻ, അല്ലെങ്കിൽ ആ തിന്മ ശുദ്ധമായി തീരാൻ നാലാലൊരു കാര്യങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അനന്തരമായി 4 കാര്യങ്ങളിൽ ഒന്നുണ്ടാകണം. ഒന്നാമത് ഇബ്നുൽ ഖയ്യിം പറയുന്നു, ബിത്തൗബത്തി താറത്തൻ, ഒരുപക്ഷെ അവന്റെ തിന്മ ഇല്ലാതായി പോവുക, ആ തിന്മയിൽ നിന്ന് അവൻ പരിശുദ്ധവാനായി തീരുക ഒന്നുകിൽ തൗബ കൊണ്ടായിരിക്കും. തിന്മയിൽ നിന്ന് ശുദ്ധമാകാനുള്ള ഒന്നാമത്തെ മാർഗം തൗബയാണ്. അല്ലെങ്കിൽ രണ്ടാമത്തെ മാർഗം അദ്ദേഹം പറയുന്നു, ബിൽ ഹസനാത്തിൽ മാളിയ, ബിൽ ഹസനാത്തിൽ മാഹിയ, ഈ തിന്മയെ മായ്ച്ചു കളയുന്ന രൂപത്തിലുള്ള നന്മകളാകാം. ഒരു തിന്മ ഒരാൾ ചെയ്താൽ അതിന്റെ ശേഷം ഒരു നന്മ ചെയ്താൽ ആ നന്മ കൊണ്ട് തിന്മയുടെ ശിക്ഷ ഇല്ലാതാവും. ഇൻഷാ അല്ലാഹ് സമയം അനുവദിക്കുകയാണെങ്കിൽ ആ ഭാഗം വിശാലമായി നമുക്ക് ചർച്ച ചെയ്യാം. മൂന്നാമത്തത് ബിൽ മസാഇബിൽ മുകഫിറ, എന്തെങ്കിലും അള്ളാഹുവിന്റെ ഭാഗത്തുള്ള പരീക്ഷണമുണ്ടായി, രോഗമുണ്ടായി, അല്ലെങ്കിൽ വേറെന്തെങ്കിലും പരീക്ഷണം ഉണ്ടായി, ആ പരീക്ഷണം അവൻ ക്ഷമയോടെ നേരിട്ട് സഹിച്ചു. ആ പരീക്ഷണം സഹിച്ചാൽ അതിന്റെ ഫലമായി അവന്റെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കാം. ഈ 3 രൂപത്തിലും അള്ളാഹു അവന്റെ ദോഷം പുറത്തു കൊടുക്കുന്നില്ലെങ്കിൽ അവന്റെ ദോഷം ശുദ്ധീകരിക്കാൻ ഒരേ ഒരു മാർഗമുള്ളൂ, അത് ബിദുഖൂലിന്നാർ, അതവൻ നരകത്തിൽ കടക്കൽ മാത്രമാണ്. ഈ 3 രൂപത്തിലും അവന്റെ ദോഷങ്ങൾ അള്ളാഹു ശുദ്ധീകരിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ 4ാമത്തെ മാർഗമെന്ന് പറയുന്നത് അവൻ നരകത്തിൽ കടക്കലാണ്. അള്ളാഹു അവനെ നരകത്തിലേക്ക് കൊണ്ടുപോയിടും. നരകത്തിൽ വെച്ചുകൊണ്ട് ഈ ചെയ്തു പോയ തിന്മക്ക് അള്ളാഹു ശിക്ഷ നൽകും. ആ ശിക്ഷ കഴിഞ്ഞാൽ അവൻ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടന്നു വരാൻ കഴിയും. അങ്ങനെ ഒരു മാർഗമുണ്ട് എന്നല്ലാതെ ഈ 4 മാർഗത്തിലല്ലാതെ ഒരാൾ തിന്മ ചെയ്തു പോയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു. അത് ഒന്നാമത്തെ മാർഗം തൗബ ചെയ്യുക എന്നതാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം തിന്മ ചെയ്തു പോയാൽ തൗബ ചെയ്യൽ അവന്റെ ബാധ്യതയാണ്. തൗബ നിർബന്ധമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്ന തൗബത്തു വാജിബത്തുൻ, തൗബ നിർബന്ധമാണ്. എന്ത് തിന്മ ചെയ്തു പോയാലും, എന്ത് തെറ്റ് ചെയ്തു പോയാലും ഉടനെ തന്നെ തൗബ ചെയ്യൽ നിർബന്ധമാണ്. മരിക്കാൻ കിടക്കുമ്പോൾ ചെയ്യേണ്ട ഒരു പ്രവർത്തനമല്ല തൗബ എന്ന് പറയുന്നത്. റമദാനിലെ 27ാം രാവിന് ചെയ്യേണ്ട പ്രവർത്തനമല്ല തൗബ എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ എപ്പോ തിന്മ ചെയ്തോ ആ സമയത്തൊക്കെ തൗബ ചെയ്യേണ്ടവന്റെ ബാധ്യതയാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. മരിക്കുന്നതുവരെ തൗബ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കരുത് എന്ന, അങ്ങനെ മരിക്കുന്നതുവരെ തൗബ ചെയ്യാൻ വേണ്ടി കാത്തിരുന്നാൽ അവന്റെ തൗബ സ്വീകരിക്കുന്നതല്ലെന്ന് കൂടെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇന്നമത് തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന സ്സൂഅ ബിജഹാലത്തിൻ സുമ്മ യതൂബൂന മിൻ ഖരീബ് ഫൗലൈക യതൂബുല്ലാഹു അലൈഹിം വകാന അല്ലാഹു അലീമൻ ഹകീമാ. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നമത് തൗബ അലല്ലാഹി ലില്ലദീന യഅമലൂന സ്സൂഅ ബിജഹാല, അല്ലാഹു തൗബ അനുവദനീയമായി വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അല്ലാഹു തൗബ സ്വീകരിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടുള്ളത് ലില്ലദീന യഅമലൂന സ്സൂഅ ബിജഹാല, അജ്ഞത കൊണ്ട് അറിയാതെ എന്തെങ്കിലും തിന്മ ചെയ്തു പോയ ആൾക്കാണ്. അജ്ഞത കൊണ്ട് വിവരമില്ലാതെ എന്തെങ്കിലും ഒരു തിന്മ ചെയ്തു പോയി, എന്നിട്ടോ സുമ്മ യതൂബൂന മിൻ ഖരീബ്, എന്നിട്ട് പെട്ടെന്ന് തന്നെ അയാൾ തൗബ ചെയ്തു. സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് എന്തോ തിന്മ ചെയ്തു പോയി. ആ തിന്മ ചെയ്തു പോയ ഉടനെ സുമ്മ യതൂബൂന മിൻ ഖരീബ്, പെട്ടെന്ന് തന്നെ അയാൾ തൗബയും ചെയ്താൽ ഫൗലൈക യതൂബുല്ലാഹു അലൈഹിം, അല്ലാഹു അവന്റെ തൗബ സ്വീകരിക്കുന്നതാണ്. വകാന അല്ലാഹു അലീമൻ ഹകീമാ, അല്ലാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനും അല്ലാഹു യുക്തിഭദ്രമായി കാര്യങ്ങൾ ചെയ്യുന്നവനുമാണ്. ഇപ്പൊ തിന്മ ചെയ്തു പോയി ഉടനെ തന്നെ തൗബ ചെയ്താൽ അല്ലാഹു അവന്റെ തൗബ സ്വീകരിക്കും. നേരെ മറിച്ച് വലൈസത്തി തൗബത്തു ലില്ലദീന യഅമലൂന സയ്യിആതി ഹത്താ ഇദാ ഹദറ അഹദുഹുൽ മൗത്ത് ഖാല ഇന്നി തുബ്തുൽ ആന വലല്ലദീന യമൂതൂന വഹും കുഫാർ ഉലൈക അഅതദ്നാ ലഹും അദാബൻ അലീമാ. വലൈസത്തി തൗബ, തൗബയല്ല, ലില്ലദീന യഅമലൂന സയ്യിആത്ത്, എപ്പോഴും തിന്മ ചെയ്യുന്ന ആൾക്ക് വേണ്ടി വെച്ചതല്ല തൗബ. ഏതുവരെ? ഹത്താ ഇദാ ഹദറ അഹദുഹുൽ മൗത്ത്, അയാൾക്ക് മരണം ആസന്നമാകുന്നതുവരെ, മരിക്കാൻ കടക്കുന്നതുവരെ തിന്മ തന്നെ ചെയ്യുന്നു. മരണമാസന്നമാകുന്നതുവരെ അയാൾ തിന്മ തന്നെയാ ചെയ്യുന്നത്. ഒരു നന്മയും അയാൾ ചെയ്യുന്നില്ല, ഒരിക്കലും അയാൾ തൗബ ചെയ്യുന്നില്ല. അത്തരം ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് തൗബയില്ല. മാത്രമല്ല വലല്ലദീന യമൂതൂന വഹും കുഫാർ,
അതുപോലെ അവിശ്വാസിയായി മരിക്കുന്ന ആൾ, അയാൾക്കും തൗബയില്ല. ഉലൈക അഅ്തദ്നാലഹും അദാബൻ അലീമാ, അവർക്ക് നാം വേദനാജനകമായ ശിക്ഷ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ. അഥവാ തൗബ ചെയ്യേണ്ടത് തിന്മ ചെയ്ത ഉടനെയാണ്. തിന്മ ചെയ്തു പോയാൽ തൗബ ചെയ്യണം. എല്ലാവരും മരിക്കാൻ കിടക്കുന്നത് വരെ തിന്മ ചെയ്താൽ തൗബ മാറ്റിവെക്കരുത്. അല്ലെങ്കിൽ റമദാൻ 27 രാവ് വരെ മാറ്റിവെക്കരുത്. കാരണം എപ്പോഴാ മരിക്കുക നമുക്കറിയില്ല. തിന്മ ചെയ്തു പോയാൽ തൗബ സ്വീകരിക്കാനുള്ള സമയം മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവിധങ്ങളായ ഹദീസുകളിൽ വിവിധങ്ങളായ രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഹദീസിൽ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗർർ, റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നതുവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിക്കും. മരിക്കാൻ കിടക്കുമ്പോ മരണമാസന്നമായ സമയത്ത് റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നതുവരെ അല്ലാഹു തൗബ സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. തൗബ സ്വീകരിക്കാൻ സാധ്യതയുള്ള അവസാനത്തെ സമയം അതാണ്. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി ഖബ്ല അൻ യമൂത ബിയൗമിൻ, മരിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് വരെ തൗബ സ്വീകരിക്കും. മറ്റൊരു ഹദീസ്. വേറെ ഹദീസിൽ കാണാം, ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി ഖബ്ല അൻ യമൂത ബിനിസ്ഫി യൗമിൻ, മരിക്കുന്നതിന് അര ദിവസം മുമ്പ് വരെ തൗബ സ്വീകരിക്കും. മറ്റൊരു ഹദീസിൽ ഇങ്ങനെയുണ്ട്, വമാ മിൻ അബ്ദിൻ മുഅ്മിൻ യതൂബു ഖബ്ലൽ മൗതി ബിശഹരിൻ ഇല്ലാ ഖബലല്ലാഹു മിൻഹു, മരിക്കുന്നതിന് ഒരു മാസം മുമ്പാരെങ്കിലും തൗബ ചെയ്താൽ ആ തൗബ അല്ലാഹു സ്വീകരിക്കും. ഇങ്ങനെ വിവിധങ്ങളായ ഹദീസുകൾ വന്നിട്ടുണ്ട്. ഈ ഹദീസുകളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, ഏറ്റവും അവസാനമായി ഖറോറത്തിന്റെ സമയം വരെ, അഥവാ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്ന സമയം വരെ അല്ലാഹു തൗബ സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. അതിന്റെ ശേഷം ഒരു കാരണവശാലും അല്ലാഹു തൗബ സ്വീകരിക്കൂല. ആ ഖറോറത്തിന്റെ സമയം നമുക്ക് പറയാൻ കഴിയില്ല. നമ്മുടെ ആയുസ് എത്ര കാലമുണ്ട്, നാം എത്രത്തോളം ജീവിച്ചിരിക്കും, ഏത് കാലം വരെ നമുക്ക് അല്ലാഹു ആയുസ് നൽകുമെന്നൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം തെറ്റ് ചെയ്തു പോയാൽ, തിന്മ ചെയ്തു പോയാൽ തൗബ ചെയ്യുക എന്നത് അവനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്. തൗബ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ നമുക്കറിയാം. തൗബയുടെ ഷർത്തുകൾ മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. وطلب مطابا بالندامة مقلعا وبعزم ترك الذنب فيما استقبلا وبراءة من كل حق الآدمي وبهذه الأركان فرع وكملا. മഹാന്മാരായ പണ്ഡിതന്മാർ തൗബക്ക് 4 ഷർത്തുകൾ നിർദ്ദേശിക്കുന്നുണ്ട്. ആ 4 ഷർത്തുകൾ അനുസരിച്ചുകൊണ്ട്, ആ 4 ഷർത്തുകൾ പാലിച്ചുകൊണ്ട് തൗബ ചെയ്താലേ തൗബ സ്വീകരിക്കൂ. അതിൽ ഒന്നാമത്തെ ഷർത്ത് ബിന്നദാമത്തി, ഖേദിക്കുക എന്നതാണ്. ഒരു തെറ്റ് ചെയ്തു പോയാൽ, ഒരു തിന്മ ചെയ്തു പോയാൽ അവന് ഖേദമുണ്ടാകണം, മനസ്സിന് പ്രയാസമുണ്ടാകണം. തിന്മ ചെയ്താൽ യാതൊരു പ്രയാസവും ഇല്ല, യാതൊരു വിഷമവും ഇല്ല, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഒരു തെറ്റൊരാളോട് ചെയ്തു പോയി, ഒരാളോട് തിന്മ ചെയ്തു പോയി, അങ്ങനെ തിന്മ ഒരാളോട് ചെയ്തു പോയാൽ അവന്റെ മനസ്സിനത് പ്രയാസമുണ്ടാകണം, വിഷമുണ്ടാകണം. ചെയ്തു പോയല്ലോ, അള്ള കാണുന്നുണ്ടല്ലോ, അള്ള ശിക്ഷിക്കുമല്ലോ എന്നൊരു ഭയമുണ്ടാകണം, ഒരു ഖേദമുണ്ടാകണം. പടച്ചവനെ ചെയ്തു പോയല്ലോ എന്ന ഖേദമുണ്ടാകണം. അത് മുഅ്മിന്റെ അടയാളമാണ്. അങ്ങനെ ഖേദമുണ്ടാകുക എന്നത് മുഅ്മിന്റെ ലക്ഷണമാണ്, മുഅ്മിന്റെ അടയാളമാണ്. മുഅ്മിനിനെ അങ്ങനെ ഖേദമുണ്ടാവൂ. തിന്മ ചെയ്തിട്ട്, തെറ്റ് ചെയ്തിട്ട് ഖേദിക്കാത്തവൻ, പ്രയാസമില്ലാത്തവൻ, അവൻ യഥാർത്ഥ മുഅ്മിനല്ല എന്നാണ്. അഥവാ തിന്മ ചെയ്ത ഖേദമുണ്ടാകണം. മഹാനായ സാലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹു സഹാബികളിൽ പ്രമുഖനാണ്. മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമായി റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ ജീവിച്ച സഹാബിയാണ് മഹാനായ സാലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിന്റെ സംഭവം ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിച്ചെടുക്കാൻ കഴിയും. മഹാനായ സാലബത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തോ ഒരാവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് പറഞ്ഞുവിടുകയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ സന്നിധിയിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞയച്ചത് പ്രകാരം മഹാനായ സാലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹു പുറത്തേക്ക് പോകുന്നു. പുറത്തേക്ക് പോകുന്ന വഴിയിൽ ഒരു പെണ്ണ് കുളിക്കുന്ന രംഗം മഹാനായ സാലബത്ത് റളിയല്ലാഹു തആല അൻഹു ശ്രദ്ധിക്കുന്നു. സാലബത്ത് റളിയല്ലാഹു തആല അൻഹു നടന്നു പോകുമ്പോൾ ഒരു പെണ്ണ് കുളിക്കുന്ന രംഗം ശ്രദ്ധയിൽപ്പെടുകയാണ്. അല്പസമയം സാലബത്ത് റളിയല്ലാഹു തആല അൻഹുവിനോട് ആ പെണ്ണിന്റെ ശരീരത്തിലേക്കൊന്ന് നോക്കിപ്പോയി.
കുറച്ചു സമയം നോക്കി ഇങ്ങനെ നിന്നുപോയി. മഹാനായ സഅലബത്ത് റളിയല്ലാഹു തആല അൻഹു കുറച്ചു സമയം നോക്കിയപ്പോഴാ മഹാനായ സഅലബത്ത് റളിയല്ലാഹു തആല അൻഹുവിന് ബോധോദയമുണ്ടാകുന്നത്. അദ്ദേഹം മനസ്സിലാക്കുന്ന, പടച്ചവനെ, ഞാൻ എന്തൊരു തിന്മയാ ചെയ്യുന്നത്, ഞാൻ എന്തേ തെറ്റാ ചെയ്യുന്നത്, എനിക്ക് ചെയ്യാൻ പാടില്ലാത്ത വലിയൊരു പാതകമാണല്ലോ, ഒരു അന്യയായ സ്ത്രീയുടെ മുഖത്തേക്ക്, ശരീരത്ത് ഭാഗത്തേക്ക് ഞാൻ നോക്കിപ്പോയല്ലോ എന്ന് മനസ്സിലാക്കി മഹാനായ സഅലബത്ത് റളിയല്ലാഹു തആല അൻഹു എത്രാളപ്പെടുകയാണ്. മഹാനായ സഅലബത്ത് റളിയല്ലാഹു തആല അൻഹു ബേജാറാകുകയാണ്. മഹാനായ സഅലബത്ത്, ഞാൻ തിരിച്ചു പോകേണ്ടത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്കാണല്ലോ. എങ്ങനെയാ ഹബീബിന്റെ മുഖത്തേക്ക് ഞാൻ നോക്കുക? അവിടത്തിന്റെ മുഖത്തേക്ക് ഈ തിന്മയുമായി കടന്നു വന്ന, ഈ തിന്മ ചെയ്തു പോയ കണ്ണുകളെ കൊണ്ട് എനിക്കെങ്ങനെ നോക്കാൻ കഴിയും? മഹാനായ സഅലബത്ത് റളിയല്ലാഹു തആല അൻഹു ചിന്തിക്കുന്നു. മഹാനായ സഅലബത്ത് റളിയല്ലാഹു തആല അൻഹുവിന് മദീനയിലേക്ക് തിരിച്ചു വരാൻ ധൈര്യമില്ല. സഅലബത്ത് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള പർവ്വതത്തിന്റെ മുകളിലേക്ക് മഹാനായ സഅലബത്ത് റളിയല്ലാഹു തആല അൻഹു കയറിപ്പോവുകയാണ്. ആ പർവ്വതത്തിന്റെ സമീപത്ത് സാധാരണ ആളുകളൊന്നും വരാറില്ല. യാത്രക്കാരായ ആളുകൾ ആ ഭാഗത്തിലൂടെ കടന്നു പോകാറില്ല. അങ്ങനെ ആരും കാണാൻ സാധ്യതയില്ലാത്ത ഒരു പർവ്വതത്തിന്റെ മുകളിലേക്ക് മഹാനായ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹു കയറിപ്പോകുന്നു. ആ പർവ്വതത്തിന്റെ മുകളിൽ കയറിയിട്ട് അവിടെ ഇബാദത്തിലായിട്ട്, അവിടെ തൗബയിലായിട്ട് അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ കഴിച്ചുകൂടുകയാ. അങ്ങനെ കുറെ ദിവസങ്ങൾ കടന്നുപോയി. 40ഓളം ദിവസം മഹാനായ സഅലബത്ത് റളിയല്ലാഹു തആല അൻഹു ആ പർവ്വതത്തിന്റെ മുകളിൽ കഴിഞ്ഞുകൂടുന്നു. ആ സമയത്ത് ആ മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് അന്വേഷിക്കുന്നത്. സഅലബത്തോട് പോയി, സഅലബത്തിനെ കാണാനില്ലല്ലോ. മഹാന്മാരായ സഹാബത്തിനെ അന്വേഷിച്ചു വിടുന്നുണ്ട്. പക്ഷേ മഹാന്മാരായ സഹാബത്തിനൊന്നും മഹാനായ സഅലബത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടെത്താൻ കഴിയുന്നില്ല. 40 ദിവസം കഴിഞ്ഞപ്പോഴാ മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹിയുമായി കടന്നു വന്നുകൊണ്ട് മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, നബിയെ, നിങ്ങൾ അന്വേഷിക്കുന്ന സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹു ഉള്ളത് എവിടെയാണെന്നറിയോ? അദ്ദേഹം ഒരു തിന്മ ചെയ്തു പോയതിന്റെ പേരിൽ, ഒരു തെറ്റ് ചെയ്തു പോയതിന്റെ പേരിൽ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കാൻ പ്രയാസപ്പെട്ടതിന്റെ പേരിൽ മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള പർവ്വതത്തിന്റെ മുകളിൽ കയറി അഭയം പ്രാപിച്ചിരിക്കുകയാ. അദ്ദേഹം അവിടെ വെച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാ, അള്ളാഹുവിനോട് തൗബ ചെയ്തുകൊണ്ടിരിക്കുകയാ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരായ സഹാബത്തിൽപ്പെട്ട മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല, അതുപോലെ മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല ഈ രണ്ട് മഹാന്മാരായ സഹാബത്തിനെ വിളിക്കുകയാ. ആ സഹാബത്തിനോട് പറയുന്ന, സഹാബത്തെ, മഹാനായ സഅലബത്ത് റളിയല്ലാഹു തആല അൻഹു മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഒരു പർവ്വതത്തിന്റെ മുകളിലുണ്ട്, നിങ്ങൾ അദ്ദേഹത്തെ പോയി വിളിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവും മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവും സഅലബത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ അന്വേഷിച്ചു കൊണ്ടുപോവുകയാ. ആ പർവ്വതത്തിന്റെ ചുവട്ടിലെത്തിയപ്പോ അവിടെ ആട്ടിനെ മേക്കാൻ വന്ന ഒരാളെ കണ്ടുമുട്ടുന്നു. ആ മനുഷ്യനോട് മഹാന്മാരായ സഹാബത്ത് സഅലബത്തിനെ കുറിച്ച് അന്വേഷിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്തിൽപ്പെട്ട സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു സഹാബി ഇവിടെ എവിടെയോ കഴിയുന്നുണ്ട്, നിങ്ങൾ അദ്ദേഹത്തെ കണ്ടിരുന്നോ എന്ന് ആട്ടിടയനായ ആ മനുഷ്യനോട് ചോദിക്കുമ്പോ ആ മനുഷ്യൻ ചോദിക്കുന്നു, സഹാബത്തിനോട് ചോദിക്കുന്നു, നിങ്ങൾ അന്വേഷിക്കുന്നത് നരകശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടി വന്ന സഹാബിയെയാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? അവർ പറയുന്നു, അതെ, അദ്ദേഹത്തെ തന്നെയാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായത് അദ്ദേഹം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വന്നതാണ് എന്ന്? നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത് എന്ന് ചോദിക്കുമ്പോ അദ്ദേഹം മറുപടി പറയുന്നു, ഈ മലമുകളിൽ കിടക്കുന്ന ആ സഹാബിയായ മനുഷ്യൻ എല്ലാ രാത്രിയിലും പാതിരാ സമയമാകുമ്പോ മലയിൽ നിന്ന് താഴേക്കിറങ്ങി വരും. താഴേക്കിറങ്ങിയിട്ട് തന്റെ രണ്ട് തലയിൽ രണ്ട് കൈയും വെച്ചുകൊണ്ട് അദ്ദേഹം വിളിച്ചു പറയാറുണ്ട്, യാ ലൈതക ഖബൽത റൂഹി ഫിൽ അർവാഹി വസ്ജസദി ഫിൽ അജ്സാദി വലാ തുജദ്ദിനി ലിഫസ്ലിൽ ഖലാ. പടച്ചവനെ, നിനക്കെന്റെ റൂഹ് പിടിച്ചുകൂടെ? പടച്ചവനെ, നിനക്കെന്നെ മരിപ്പിച്ചുകൂടെ? എന്നെ മരിപ്പിച്ചിട്ട് മാത്രമല്ല, വലാ തുജദ്ദിനി ലിഫസ്ലിൽ ഖലാ, നാളെ മഹ്ശറയിൽ എല്ലാ ആളുകളെയും
വിചാരണയ്ക്ക് വേണ്ടി ഹാജരാക്കുമ്പോ അവിടെ ഒരുമിച്ച് കൂടുമ്പോ എന്നെ ഒരുമിച്ച് കൂട്ടാതെ, വിചാരണയ്ക്ക് വേണ്ടി എന്നെ കൊണ്ടുവരാതെ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചു കൊണ്ടുവരുമ്പോ അവരുടെ മുമ്പിൽ എന്നെ വഷളാക്കാതെ എന്നെ നേക്കൊന്ന് രക്ഷപ്പെടുത്തിക്കൊടേ പടച്ചവരെ എന്ന് 40 ദിവസമായി ഈ മലയുടെ താഴ്ഭാഗത്ത് വന്നുകൊണ്ട് എല്ലാ രാത്രിയിലും ഈ മനുഷ്യൻ വിളിച്ചു പറയാറുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ പാതിരാത്രി വരെ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവും മഹാനായ സൽമാൻ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവും കാത്തിരിക്കുകയാണ്. പാതിരാത്രിയായി മഹാനായ സഅലബത്ത് റളിയല്ലാഹു തആല അൻഹു മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നു, താഴേക്ക് ഇറങ്ങി വന്നു. അവിടെ വന്നിട്ട് ഇങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹം ഇങ്ങനെ പറയുകയാ, യാ ലൈതക ഖബൽത റൂഹി ഫിൽ അർവാഹി വജസദി ഫിൽ അജ്സാദി വലാ തുജദ്ദിനി ലിഫസ്ലിൽ ഖളാ എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയുന്നു. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അടുത്തേക്ക് ചെല്ലുന്ന കാൽപെരുമാറ്റം കേട്ടപ്പോ ഈ സഅലബത്ത് റളിയല്ലാഹു തആല അൻഹു ഉറക്കെ വിളിച്ചു പറയുന്നു, അൽ അമാൻ അൽ അമാൻ മതൽ ഖലാസു മിനന്നാർ. അൽ അമാൻ അൽ അമാൻ, പടച്ചവനെ നീ അഭയം തരണേ, എന്നെ നീ രക്ഷിക്കണേ. മതൽ ഖലാസു മിനന്നാർ, എപ്പോഴാ ഞാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക? അപ്പോഴും അദ്ദേഹം ചോദിക്കുന്നത് ഒരു മനുഷ്യന്റെ കാൽപെരുമാറ്റം കാണുമ്പോഴും കാൽപെരുമാറ്റം കേൾക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ചിന്ത നരകത്തെക്കുറിച്ചാണ്. അദ്ദേഹം ആലോചിക്കുന്നത് പടച്ചവനെ ഞാൻ നരകത്തിൽ പോകേണ്ടി വരുമല്ലോ എന്നാണ്. അതുകൊണ്ടാ അദ്ദേഹം പറയുന്നത് അൽ അമാൻ അൽ അമാൻ മതൽ ഖലാസു മിനന്നാർ, പടച്ചവനെ അഭയം തരണേ, എപ്പോഴാ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് ചോദിക്കുമ്പോഴാ മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അടുത്തേക്ക് ചെന്നുകൊണ്ട് പറയുന്നു, അന ഉമർ ഇബ്നുൽ ഖത്താബ്, സഅലബത്തെ ഞാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആണ് എന്ന് പറഞ്ഞപ്പോ സഅലബത്ത് റളിയല്ലാഹു തആല അൻഹു ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുന്നു, ഉമറേ ഞാൻ ചെയ്തു പോയ തിന്മ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഞാൻ ചെയ്തു പോയ തെറ്റ് റസൂലുള്ളാഹി തങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആ സമയത്ത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അതെനിക്കറിയില്ല. നിങ്ങൾ എന്തെങ്കിലും തിന്മ ചെയ്തതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞതായിട്ട് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളെപ്പറ്റി റസൂലുള്ളാഹി തങ്ങൾ നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളൊരു മോശക്കാരനാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങളെപ്പറ്റി നല്ല കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. മാത്രമല്ല നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചത്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരണം, റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് വരണം, റസൂലുള്ളാഹി തങ്ങൾ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഈ സഹാബി പറയുകയാണ്, ഞാൻ വരാൻ തയ്യാറാണ്, പക്ഷേ റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴേ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാവൂ. കാരണം നേരെ റസൂലുള്ളാഹി തങ്ങളുടെ മുഖത്തേക്ക് നോക്കാൻ എനിക്ക് സാധ്യമല്ല, എനിക്കതിനുള്ള ധൈര്യമില്ല. നിബിതങ്ങളുടെ മുഖത്തേക്ക് നേരിട്ട് എനിക്ക് നോക്കാൻ സാധ്യമല്ല, അതിനുള്ള ധൈര്യം എനിക്കില്ല. റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അങ്ങോട്ട് പോയാൽ റസൂലുള്ളാഹിയുടെ പിന്നിൽ വെച്ച് നിസ്കാരത്തിൽ എനിക്ക് പങ്കാളി സമാധാനം എനിക്കുണ്ടാകും. അതുകൊണ്ട് നിസ്കാരത്തിന്റെ സമയത്ത് മാത്രമേ എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകാവൂ. റളിയല്ലാഹു തആല സമ്മതിച്ചു, ആയിക്കോട്ടെ. അങ്ങനെ പിറ്റേ ദിവസം സുബ്ഹിന്റെ സമയം മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹിന്റെ ജമാഅത്തിലാണ്. റസൂലുള്ളാഹി തങ്ങൾ ഇമാമത്ത് നിന്നുകൊണ്ട് നിസ്കരിക്കുകയാണ്. ആ സമയത്താണ് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവും മഹാനായ സൽമാൻ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവും മഹാനായ സഅലബത്ത് ഇബ്നു അബ്ദുർ റഹ്മാനെയും കൂട്ടിക്കൊണ്ട് മദീന പള്ളിയിലേക്ക് കടന്നു ചെല്ലുകയാ. റസൂലുള്ളാഹി തങ്ങൾ ഫാത്തിഹ ഓതി പിന്നീട് സൂറത്തിലേക്ക് കടക്കുകയാണ്, നിസ്കാരത്തിലാണ്. ആ സമയത്തായി മഹാന്മാരായ സഹാബത്ത് പള്ളിയിലേക്ക് കടന്നു ചെല്ലുന്നത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ഖുർആൻ ഓതുന്നത് മഹാനായ സഅലബത്ത് റളിയല്ലാഹു തആല അൻഹു കേൾക്കുകയാ. ഈ ഖുർആൻ പാരായണം കേട്ട മാത്രയിൽ തന്നെ മഹാനായ സഅലബത്ത് റളിയല്ലാഹു തആല അൻഹു അവിടെ ബോധരഹിതനായി വീണുപോവുകയാ. ബോധം കെട്ടുകൊണ്ട് അവിടെ വീണുപോയി. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവും മഹാനായ സൽമാൻ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ പോയി റസൂലുള്ളാഹി തങ്ങളോടുകൂടെ ജമാഅത്തിൽ പങ്കാളിയായി. മഹാനായ സഅലബത്ത് റളിയല്ലാഹു തആല അൻഹു ബോധരഹിതനായി കിടക്കുകയാ. ജമാഅത്ത് കഴിഞ്ഞ ശേഷം, സുബ്ഹിന്റെ നിസ്കാരം കഴിഞ്ഞ ശേഷം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിഞ്ഞിരുന്നുകൊണ്ട് സഹാബത്തിനോട് ചോദിക്കുന്നു, സഹാബ സഅലബത്ത് ഇബ്നു അബ്ദുർ റഹ്മാൻ റളിയല്ലാഹു തആല അൻഹു വന്നോ? നിങ്ങൾ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്നോ എന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുമ്പോ
ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഹുവ ദാക യാ റസൂലല്ലാഹ്, നബിയെ സാലബത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങ് ഖുർആൻ ഓതുന്നത് കേട്ടപ്പോ അദ്ദേഹം ബോധരഹിതനായി വീണുപോയതാണ്, അദ്ദേഹം അതാ അവിടെ കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് വരികയാ. നബിതങ്ങൾ എഴുന്നേറ്റ് വന്നിട്ട് മഹാനായ സാലബത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലിരിക്കുന്നു. സാലബത്തിനെ മെല്ലെ തട്ടി വിളിക്കുമ്പോ മഹാനായ സാലബത്ത് റളിയല്ലാഹു തആല അൻഹു ആ ബോധക്ഷയം മാറിയിട്ട് എഴുന്നേൽക്കുന്നു. ബോധക്ഷയം മാറിയിട്ട് എഴുന്നേറ്റ ഉടനെ മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, മല്ലദീ അയ്യബതുക അന്നീ, എന്തേ സാലബ നിങ്ങൾ പോയി കളഞ്ഞത്, എന്നെ ഇത്രയും കാലം വിട്ടേച്ചുകൊണ്ട് നിങ്ങൾ എന്തേ പോയി കളഞ്ഞത് എന്ന് ചോദിക്കുമ്പോ സാലബത്ത് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ദുനൂബി, എന്റെ തിന്മ കാരണമാണ്, എന്റെ തെറ്റ് കാരണം അങ്ങയുടെ മുഖത്തേക്ക് നോക്കാൻ എനിക്ക് ധൈര്യമുണ്ടായില്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാതെ അങ്ങയെ കാണാതെ ഞാൻ മറ്റൊരു ഭാഗത്ത് ഒളിച്ചു താമസിച്ചോ നബിയെ എന്ന് പോലും പറഞ്ഞപ്പോ മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാലബത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ സമാശ്വസിപ്പിക്കുന്ന, സാലബത്തെ, നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തു പോയാലും എന്ത് തിന്മ ചെയ്തു പോയാലും ആ തിന്മയൊക്കെ പുറത്തു തരാൻ അല്ലാഹ് ഉണ്ടല്ലോ, അല്ലാഹു ഗഫൂറല്ലേ, അല്ലാഹ് റഹീമല്ലേ, അല്ലാഹ് നിങ്ങളുടെ തെറ്റ് പുറത്തു വരൂലേ. അതുകൊണ്ട് സാലബത്തെ, അലാ വല്ലിമക ആയത്തൻ തംഹുല്ലാഹു ബിഹാ ദുനൂബ വൽ ഖതായാ, വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്. ആ ആയത്ത് നിങ്ങൾ ഓതിയാൽ നിങ്ങളുടെ എല്ലാ തിന്മയും എല്ലാ തെറ്റുകളും അല്ലാഹു പുറത്തു വരും, അല്ലാഹു നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. അങ്ങനെ നിങ്ങളുടെ എല്ലാ തിന്മകളും എല്ലാ തെറ്റുകളും അല്ലാഹു നിങ്ങൾക്ക് പുറത്തു വരുന്ന, നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കാരണമാകുന്ന ഒരു ആയത്ത് സാലബത്തെ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെ എന്ന് മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുന്നു. സാലബത്ത് പറയുന്നു, ബലാ യാ റസൂലല്ലാഹ്, നബിയെ എങ്കിൽ ആ ആയത്ത് എനിക്കൊന്ന് പഠിപ്പിച്ചതാ. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ആയത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നു. നമുക്കൊക്കെ വളരെ സുപരിചിതമായ ആയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഖുൽ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. എങ്കിൽ സാലബത്തെ, നിങ്ങളുടെ തിന്മകളൊക്കെ അല്ലാഹു പൊറുക്കണം എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് താല്പര്യമുണ്ടോ? എങ്കിൽ നിങ്ങൾ പറയുക, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, പടച്ചവരെ എനിക്ക് നീ ദുനിയാവിൽ നന്മ തരണേ, ദുനിയാവിൽ എനിക്ക് നല്ലത് തരണേ, വഫിൽ ആഖിറതി ഹസന, ആഖിറത്തിലും എനിക്ക് നീ നല്ലത് തരണേ, വഖിനാ അസാബന്നാർ, നരക ശിക്ഷയിൽ നിന്ന് എന്നെ നീ സംരക്ഷിക്കണേ എന്നുള്ള ദുആ നീ പറഞ്ഞാൽ മതി സാലബത്തെ, നിന്റെ എല്ലാ തെറ്റുകളും അല്ലാഹു പുറത്തു വരുമെന്ന് പറയുമ്പോ മഹാനായ സാലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബിയെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള തിന്മയല്ല എന്റേത്, ഇന്നതമ്പി ആളമിഴുന്താലിക്ക് നബിയെ, എന്റെ തിന്മ ഇതിനേക്കാളൊക്കെ എത്രയോ വലുതാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന പറഞ്ഞാലൊന്നും മാറാൻ മാത്രമുള്ള, അതുകൊണ്ട് പൊരുത്തപ്പെടാൻ മാത്രമുള്ള തിന്മയൊന്നുമല്ല എനിക്കുള്ളത്. ഇന്നതമ്പി ആളമിഴുന്താലിക്ക്, എന്റെ തിന്മ അതിനേക്കാൾ എത്രയോ വലുതാണെന്ന് പറയുമ്പോ റസൂലുള്ളാഹി തങ്ങൾ തിരിച്ചു പറയുന്നു, ബൽ കലാമുല്ലാഹി ആലം സാലബത്തെ, അല്ല, നിന്റെ തിന്മയല്ല ഏറ്റവും വലുത്, ബൽ കലാമുല്ലാഹി ആലം, അള്ളാഹുവിന്റെ കലാമാണ് ഏറ്റവും വലുത്. അള്ളാഹുവിന്റെ കലാമാണ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന എന്നത്. അള്ളാഹുവല്ലേ നിന്നോട് ആ ദുആ പറയാൻ പറയുന്നത്, പുറത്തു തരാമെന്ന് അള്ളാഹ് പറയുന്നതല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ സംശയിക്കുന്നത്? ആ ദുആ നിങ്ങൾ ചൊല്ലിയാ മതി, അള്ളാഹു നിങ്ങളുടെ തെറ്റ് പുറത്തു വരും. അതുകൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടണ്ട, നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾ വെപ്രാളപ്പെടണ്ട, നിങ്ങൾ സമാധാനത്തോടുകൂടെ വീട്ടിലേക്ക് പോയിക്കോ. മഹാനായ സാലബത്ത് റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് പോവുകയാ. പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിന് സമാധാനമില്ല. താൻ ചെയ്തു പോയ തെറ്റോർത്തിട്ട് അദ്ദേഹത്തിന് പ്രയാസപ്പെടുകയാ, വേവലാതിപ്പെടുകയാ. അതിന്റെ കാരണമായി അദ്ദേഹത്തിന് രോഗം പിടിപെടുകയാണ്. സാലബത്ത് റളിയല്ലാഹു തആല അൻഹു രോഗം പിടിപെടുന്നു. മദീന പള്ളിയിലേക്ക് വരാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. 2-3 ദിവസമായി മഹാനായ സാലബത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ കാണാതെ വന്നപ്പോ മഹാനായ സൽമാൻ ഫാരിസി റളിയല്ലാഹു തആല അൻഹു അന്വേഷിച്ചു ചെല്ലുന്നു.
സാലബത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. സാലബത്തിന്റെ വീട്ടിലേക്ക് ചെന്നപ്പോ മഹാനായ സാലബത്ത് റളിയല്ലാഹു തആല അൻഹു രോഗബാധിതരായി കിടക്കുകയാണ്. വല്ലാത്ത പ്രയാസത്തിലാണ്, ആരോഗ്യം ക്ഷയിച്ചിട്ടുണ്ട്, വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്, രോഗാവസ്ഥയിലാണ്. സാലബത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ ഈ രോഗാവസ്ഥയിൽ കണ്ടപ്പോ മഹാനായ സൽമാൻ ഫാരിസി റളിയല്ലാഹു തആല അൻഹു മദീന പള്ളിയിലേക്ക് വരികയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് സംഭവം പറയുന്നു, നബിയെ, സാലബത്ത് വല്ലാത്ത പ്രയാസത്തിലാണ്, വല്ലാത്ത ദുരിതത്തിലാണ്, വല്ലാത്ത രോഗം ബാധിച്ചുകൊണ്ട് അദ്ദേഹം വല്ലാതെ പ്രയാസപ്പെടുകയാണ്. ഇത് കേട്ടപ്പോ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നെന്നാണ്, നമുക്കൊന്ന് പോയി നോക്കാം. സാലബത്തിന്റെ വീട്ടിലേക്ക് മഹാന്മാരായ സഹാബത്തിനെയും കൂട്ടിയിട്ട് മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു ചെല്ലുകയാ. സാലബത്തിന്റെ അടുത്തേക്ക് പോകുന്നു. സാലബത്ത് കിടക്കുന്ന കട്ടിലിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്നു. എന്നിട്ട് മഹാനായ സാലബത്ത് ഇബ്നു അബ്ദുർറഹ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ തല മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തിട്ട് ശറഫാക്കപ്പെട്ട തന്റെ മടിയിലേക്ക് വെക്കുന്നു. ആ സമയത്ത് മഹാനായ സാലബത്ത് റളിയല്ലാഹു തആല അൻഹു തന്റെ തല വലിച്ചു കളയുകയാ. റസൂലുള്ളാഹി തങ്ങൾ തന്റെ തലയെടുത്ത് മടിയിലേക്ക് വെച്ചപ്പോ സാലബത്ത് റളിയല്ലാഹു തആല അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിയിൽ നിന്ന് തന്റെ തല പിന്നോട്ട് വലിച്ചു കളയുന്നു. റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നു, എന്തേ നിങ്ങൾ തല വലിച്ചു കളയുന്നത്? ഈ സഹാബി മഹാനായ സാലബത്ത് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇന്ന റഅസീ മൽആനും ബിദ്ദുനൂബ്, എന്റെ തല ധാരാളം തിന്മകൾ നിറഞ്ഞതാണ്. എന്റെ തല കൊണ്ട്, എന്റെ കണ്ണുകൊണ്ട് ഒരുപാട് ഹറാമ് ഞാൻ കണ്ടുപോയിട്ടുണ്ട് നബിയേ. എന്റെ തല തിന്മകൾ നിറഞ്ഞതാണ് നബിയേ. അങ്ങയുടെ മടിയിൽ വെക്കാൻ എന്റെ തല കൊള്ളൂര് നബിയേ. അതുകൊണ്ട് അങ്ങയുടെ മടിയിൽ എന്റെ തല വെക്കരുത് നബിയേ എന്ന് പറയുമ്പോഴാ മഹാനായ സാലബത്തിനോട് റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുക, എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താ സാലബത്തെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾ പറയൂ. വമാ തസ്തഹി, നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് വേണം അത് പറയൂ. ആ സമയത്ത് മഹാനായ സാലബത്ത് ഇബ്നു അബ്ദുർറഹ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ ആഗ്രഹിക്കുന്നത് മഗ്ഫിറത റബ്ബീ, ഞാൻ ചെയ്തു പോയ തിന്മ അള്ളാഹു പൊരുത്തപ്പെട്ടു തരണം. അത് മാത്രമേ എനിക്ക് താല്പര്യമുള്ളൂ, അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഖദ് ഗഫറല്ലാഹു ലക ദംബക്, സാലബത്തെ നിന്റെ എല്ലാ പാപങ്ങളും അള്ളാഹു പൊറുത്തു തന്നിട്ടുണ്ട്. സാലബത്തെ, നീ ഇതുവരെ ചെയ്തു പോയ എല്ലാ ദോഷങ്ങളും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നു കഴിഞ്ഞിരിക്കുന്നു. പറയുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, സംശയിക്കേണ്ടതില്ല. അത് കേട്ടപ്പോ ഫസാഹ സ്വൈഹതൻ ഫഹറ മയ്യിതാ, ചരിത്രകാരന്മാർ ഉദ്ധരിക്കുകയാ. മഹാനായ സാലബത്ത് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ കേൾക്കേണ്ട താമസം ഒരട്ടഹാസം അദ്ദേഹത്തിൽ നിന്ന് പുറപ്പെടുകയാ. അദ്ദേഹം ഒന്ന് അട്ടഹസിക്കുകയാണ്. ആ അട്ടഹാസത്തോടുകൂടെ അദ്ദേഹത്തിന്റെ ശ്വാസം നിലയ്ക്കുകയാണ്. അവിടെ കിടന്നുകൊണ്ട് മഹാനായ സാലബത്ത് ഇബ്നു അബ്ദുർറഹ്മാൻ റളിയല്ലാഹു തആല അൻഹു അവിടെ കിടന്നുകൊണ്ട് വഫാത്താകുകയാ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹാന്മാരായ സഹാബത്തും കൂടെ സാലബത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യിത്ത് കുളിപ്പിക്കുന്നു. ആ മയ്യിത്ത് കഫൻ ചെയ്യുന്നു, ആ മയ്യിത്ത് നിസ്കരിക്കുന്നു. എന്നിട്ട് ആ മയ്യിത്തുമായി മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും കൂടെ മറമാടാൻ വേണ്ടി പോകുന്നു. ആ മയ്യിത്ത് മറമാടാകാൻ വേണ്ടി പോകുമ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കാല് പൂർണ്ണമായി നിലത്ത് വെക്കുന്നില്ല. തന്റെ തള്ളവിരൽ മാത്രം നിലത്തൂന്നി വെച്ചുകൊണ്ട് കാല് പൊക്കിപ്പിടിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ നടക്കുന്നത്. മഹാന്മാരായ സഹാബത്ത് ചോദിക്കുന്നു, എന്തിനാണ് നബിയെ തങ്ങൾ ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് നടക്കുന്നത്? എന്തിനാ തങ്ങളിങ്ങനെ തങ്ങളുടെ കാല് നിലത്ത് വെക്കാതെ കാലിന്റെ തള്ളവിരൽ മാത്രം നിലത്ത് വെച്ചുകൊണ്ട് നടക്കുന്നത് എന്തിനാ? റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഇവിടെ മുഴുവൻ അള്ളാഹുവിന്റെ മലായിക്കത്താണ്. ഈ പ്രദേശത്ത് മുഴുവൻ അള്ളാഹുവിന്റെ മലായിക്കത്താ. കാരണം മഹാനായ സാലബത്ത് ഇബ്നു അബ്ദുർറഹ്മാൻ എന്ന് പറയുന്ന സഹാബി, നിങ്ങൾക്കറിയോ, അദ്ദേഹം ഒരു ചെറിയൊരു തിന്മ ചെയ്തു പോയി. ആ തിന്മ ചെയ്തു പോയതിന്റെ പേരിലാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യം ക്ഷയിച്ചു. അദ്ദേഹം പൂർണ്ണമായി തൗബയിലാണ്, പൂർണ്ണമായി ഇബാദത്തിലാണ്. 40 ദിവസത്തോളം മദീനയുടെ പ്രാന്തപ്രദേശത്തിലുള്ള ഒരു പർവ്വതത്തിൽ കിടന്നുകൊണ്ട് അദ്ദേഹം ഇബാദത്തിലാണ്, അവിടെ വെച്ച് തൗബയിലാണ്. അവിടുന്ന് തിരിച്ചു വന്ന ശേഷം പോലും അദ്ദേഹത്തിന് സമാധാനമില്ല.
അദ്ദേഹത്തിന് ആശ്വസിക്കാൻ കഴിയില്ല. അത് തന്നെ വല്ലാത്തൊരു തൗബയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ആ തൗബ കാരണമായി അള്ളാഹു അദ്ദേഹത്തിന്റെ തൗബ സ്വീകരിച്ചതിന്റെ ഫലമായി മഹാന്മാരായ മലായികത്തിനെ അള്ളാഹു പറഞ്ഞയച്ചതാണ്. അദ്ദേഹത്തിന്റെ മയ്യിത്തിന്റെ സംസ്കരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ മഹാന്മാരായ മലായികത്തിനെ അള്ളാഹു പറഞ്ഞയച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രദേശം മുഴുവൻ അള്ളാഹുവിന്റെ മലായികത്തിനെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്റെ കാല് നിലത്ത് വെക്കാൻ കഴിയാത്തതുകൊണ്ടാണെന്ന് മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അഥവാ ഇങ്ങനെ മോമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഖേദമുണ്ടാകണം, ഈ ഒരു പ്രയാസമുണ്ടാകണം. തെറ്റ് ചെയ്തു പോയാൽ, തിന്മ ചെയ്തു പോയാൽ പടച്ചോനെ ചെയ്തു പോയല്ലോ എന്ന ബോധമുണ്ടാകണം. ആ ബോധമുണ്ടാകുമ്പോഴാ തൗബയാകുന്നത്. ഇപ്പൊ തൗബയുടെ ഒന്നാമത്തെ ഷർത്ത് എന്ന് പറയുന്നത്, തൗബ ചെയ്യുന്നവർ ചെയ്യേണ്ട ഒന്നാമത്തെ നിബന്ധന എന്ന് പറയുന്നത് ചെയ്തുപോയ തിന്മയിൽ ഖേദമുണ്ടാകുക എന്നതാണ്. നദാമത്താണ്. ഖേദിക്കണം, ഖേദമുണ്ടാകണം, പ്രയാസമുണ്ടാകണം, വിഷമമുണ്ടാകണം. പടച്ചോനെ ചെയ്തു പോയല്ലോ എന്ന ബോധം ഉണ്ടാകണം. ആ ബോധമുണ്ടായാൽ മാത്രമേ അവന്റെ തൗബയാകുകയുള്ളൂ. രണ്ടാമത്തെ ഷർത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ഒന്നാമത്തെ നദാമത്താണ്, ഖേദമുണ്ടാകുക. രണ്ടാമത്തത് മുക്കലിയാൻ, ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മയിൽ നിന്ന് മാറി നിൽക്കണം. തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൗബ ചെയ്യുക, അത് സ്വീകാര്യമല്ല. തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പൊ തന്നെ തൗബയും ചെയ്യുക. ആ തിന്മയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് തൗബ ചെയ്യാൻ പാടുള്ളൂ. ഒരാൾ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു കപ്പ് കുടിച്ചു, മനുഷ്യനും തൗബ ചെയ്തു, പിന്നെയും കുടിച്ചു, പിന്നെയും തൗബ ചെയ്തു. അതല്ല, അങ്ങനെയുള്ള തൗബയല്ല. ഇപ്പൊ നിസ്കാരം ഖലാഉള്ള അയാളുടെ തൗബ എങ്ങനെയാ? അയാൾ ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കണം. നിസ്കാരം ഖലാആക്കാനുള്ള തിന്മയാണ്. ആ തിന്മയുടെ പരിഹാരം എന്ന് പറയുന്നത് ഖലാ വീട്ടുക എന്നതാണ്. ആ നിസ്കാരം ഖലാ വീട്ടിയിട്ടാണ് അയാൾ തൗബ ചെയ്യേണ്ടത്. ആ തെറ്റിൽ നിന്ന് അയാൾ പൂർണ്ണമായി വിട്ടുനിൽക്കുക എന്ന് പറയുന്നത് നിസ്കാരം ഖലാ വീട്ടലോടുകൂടെ ആ തിന്മയിൽ നിന്ന് അയാൾ വിട്ടുനിൽക്കലാകുകയുള്ളൂ. അയാൾ നിസ്കാരം ഖലാ വീട്ടുന്നതുവരെ അയാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഹറാമാണെന്ന മഹാന്മാരായ പണ്ഡിതന്മാർ ഫത്ഹുൽ മുഈനിൽ പോലും കാണാം. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഒരാൾക്ക് നിസ്കാരം ഖലാഉണ്ട്. ആ നിസ്കാരം ഖലാഉള്ള മനുഷ്യൻ അവൻ അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി അയാൾ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും ഹറാമാണെന്ന, അവന്റെ സമയം മുഴുവൻ അവൻ മാറ്റിവെക്കേണ്ടത് നിസ്കാരം ഖലാ വീട്ടാൻ വേണ്ടിയാണെന്ന. അങ്ങനെ നിസ്കാരം ഖലാ വീട്ടാത്ത കാലത്തോളം അവൻ തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കുന്നവനാകുന്നില്ല. അങ്ങനെ ഖലാ വീട്ടി കഴിഞ്ഞതിന് ശേഷം അവൻ തൗബ ചെയ്യേണ്ടത്. ഇങ്ങനെ തിന്മയിൽ നിന്ന് തൗബ ചെയ്യുമ്പോ രണ്ടാമത്തെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതാണ്. മൂന്നാമത്തത് അബിഅസ്മി തർക്കിൽ ദംബി ഫീ മസ്തഖ്ബല, ഇനിയുള്ള കാലത്തെ അയാൾ തിന്മ ചെയ്യൂല എന്ന് ദൃഢനിശ്ചയം ചെയ്യുക എന്നതാണ്. തൗബ ചെയ്യുമ്പോൾ അയാളുടെ മനസ്സിലുണ്ടാകണം, പടച്ചോനെ പറ്റിപ്പോയി, തെറ്റ് ചെയ്തു പോയി, ഇനി ഒരിക്കലും ഇതുപോലുള്ള തിന്മ ഞാൻ ചെയ്യൂല എന്ന ബോധം അവനുണ്ടാകണം. നാലാമത്തത്, ഈ മൂന്ന് കാര്യം അള്ളാഹുവും മനുഷ്യനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന തിന്മയാണെങ്കിലാണ്. തിന്മ ചെയ്യുന്നത് അള്ളാഹുവിനോടാണ്, മനുഷ്യരുമായി യാതൊരു ബന്ധവുമില്ല. അങ്ങനത്തെ തിന്മയാണ് ചെയ്യുന്നതെങ്കിലാണ് ഈ മൂന്ന് ഷർത്തുകൾ. ഇനി മനുഷ്യനുമായി ബന്ധമുണ്ട്, ഏതെങ്കിലും ഒരാളെ ഗൈബത്ത് പറഞ്ഞതാണ്, അല്ലെങ്കിൽ നമീമത്ത് പറഞ്ഞതാണ്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും സമ്പത്ത് അപഹരിച്ചതാണ്, എന്തെങ്കിലും അങ്ങനെയുള്ള മനുഷ്യനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തിന്മയാണ് ചെയ്തതെങ്കിലോ അങ്ങനെ മനുഷ്യനുമായി ബന്ധപ്പെട്ട തിന്മയാണെങ്കിൽ, ഗൈബത്ത് പറഞ്ഞതാണ്, നമീമത്ത് പറഞ്ഞതാണ്, അതുപോലുള്ള എന്തെങ്കിലും തിന്മയാണെങ്കിൽ ആ തിന്മ പൂർണ്ണമായി അവനിൽ നിന്ന് പൊരുത്തപ്പെടിക്കണം. അവനോട് പറയണം, ഇതിനെക്കുറിച്ച് വല്ലതും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്, നീ പുറത്തു തരണമെന്ന് അവനോട് പറയുക, അതിനെക്കൊണ്ട് പൊരുത്തപ്പെടിക്കുക. ഇനി സാമ്പത്തികമായ ഇടപാടാണെങ്കിൽ അവന് കൊടുക്കാനുള്ളത് കൊടുക്കുക, അത് കൊടുത്തു തീർക്കുക, എന്നിട്ട് അവനെ കൊണ്ട് പൊരുത്തപ്പെടിക്കുക. ഇതാണ് നാലാമത്തെ ഷർത്ത്. ഈ 4 ഷർത്തുകളോടുകൂടെ തൗബ ചെയ്താലേ തൗബ സ്വീകരിക്കുള്ളൂ. അങ്ങനെ തൗബ സ്വീകരിച്ചാൽ, ഇങ്ങനെ തൗബ ചെയ്താൽ അല്ലാഹു പറയുന്നു, ഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവന്റെ തിന്മകളൊക്കെ അല്ലാഹു നന്മകളാക്കി മാറ്റിക്കൊടുക്കും. ഇങ്ങനെ തൗബ ചെയ്യുന്ന ആള് അയാളുടെ തിന്മകൾ അല്ലാഹു നന്മകളാക്കി മാറ്റിക്കൊടുക്കും. വകാനല്ലാഹു ഗഫൂറർ റഹീമ, അവനിക്ക് അല്ലാഹു ആണെങ്കിലോ വല്ലാതെ ഗഫറത്ത് ചെയ്യുന്നവരാണ്, വല്ലാതെ ദോഷം പൊറുക്കുന്നവനാണ് അല്ലാഹു. അതുപോലെ റഹീമ, അല്ലാഹു വല്ലാതെ കരുണ ചെയ്യുന്നവരുമാണ്. ഗഫൂറുൻ റഹീമുമാണ് അല്ലാഹു, വല്ലാതെ മഗ്ഫിറത്ത് നൽകുന്നവനാണ് അല്ലാഹു, വല്ലാതെ കരുണ ചെയ്യുന്നവനുമാണ് അല്ലാഹു. പക്ഷേ അല്ലാഹു ദോഷം പൊറുക്കണമെങ്കിൽ, അല്ലാഹു റഹ്മത്ത് ചെയ്യണമെങ്കിൽ, അല്ലാഹുവിന്റെ കരുണ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകളൊക്കെ അവസാനിപ്പിക്കണം. തെറ്റിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം.
അല്ലാഹുവിനോട് പറയണം, നമ്മൾ തെറ്റ് ചെയ്തു പോയി, തിന്മ ചെയ്തു പോയി, പടച്ചോനെ പൊറുക്കണേ എന്ന് പറയാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാകണം. എന്നാലേ അള്ളാഹു നമ്മൾ ദോഷം പൊറുക്കൂന്ന് മാത്രമല്ല, നമ്മുടെ തിന്മകൾ അള്ളാഹു നന്മകളാക്കി മാറ്റിത്തരുന്ന. ഒരുപാട് തിന്മകൾ ചെയ്തു പോയി, എന്നിട്ട് അയാൾ തൗബ ചെയ്തു, പിന്നീട് നന്നായി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. എന്നാൽ നാളെ ആഖിറത്തിലെത്തുമ്പോ നമ്മുടെ തിന്മകൾ നമ്മുടെ ഏടിൽ കാണൂലെന്ന, അതൊക്കെ അള്ളാഹു നന്മകളാക്കി മാറ്റിത്തരും. ഇൻഷാ അല്ലാഹ് വിഷയകമായി ദീർഘമായി സംസാരിക്കാൻ നമ്മുടെ സമയം അവസാനിക്കുകയാ. 10:30 അതിനെ നീട്ടിക്കൊണ്ടുപോകുന്നത് ഉചിതമല്ലാന്ന് മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ തിന്മകൾ അള്ളാഹു എങ്ങനെയാണ് നന്മകളാക്കി തീർക്കുക എന്ന് മഹാന്മാരായ ആളുകൾ വിശദീകരിക്കുന്നുണ്ട്. ഹദീസുകളിൽ കാണാൻ കഴിയും, മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. അതുപോലെ തെറ്റുകൾ പൊറുപ്പിക്കാനുള്ള ഒരുപാട് മാർഗങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തൗബയിലപ്പുറം തെറ്റുകളെ പൊറുപ്പിക്കാനുള്ള ഒരുപാട് മാർഗങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. സമയം വൈകിയതുകൊണ്ട് ആ ഭാഗത്തിലേക്ക് പ്രവേശിച്ചാൽ ദീർഘമായ സമയം എടുക്കേണ്ട ഒരു വിഷയമായതുകൊണ്ട് ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ് ശനിയാഴ്ചയുടെ മറ്റൊരു പരിപാടി നടക്കുന്നതുകൊണ്ട് അടുത്ത ക്ലാസ് നടക്കുന്നത് അടുത്ത വെള്ളിയാഴ്ചയാണ് എന്നുകൂടെ നിങ്ങൾ അറിയിക്കുകയാണ്. ശനിയാഴ്ച ആവില്ല, അടുത്ത ഖുർആൻ ക്ലാസ് അടുത്ത വെള്ളിയാഴ്ചയാണ് നടക്കുന്നത്. അന്ന് ക്ലാസ് എടുക്കുന്നത് ഷാർജയിൽ നിന്ന് വരുന്ന ബഹുമാന്യനായ ഖലീലുർ റഹ്മാൻ കാശിഫി ഉസ്താദാണ്. ആ ക്ലാസ്സിൽ നിങ്ങളൊക്കെ നേരത്തെ എത്തിച്ചേരണമെന്ന് ആവശ്യപ്പെടുകയാണ്. അവസാനിപ്പിക്കുന്നു ഇൻഷാ അല്ലാഹ്. തൊട്ടടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കിയുള്ള വിഷയങ്ങൾ, അഥവാ തൗബ ചെയ്താൽ അള്ളാഹു തിന്മകൾ എങ്ങനെയാണ് നന്മയാക്കി തീർക്കുക എന്നത്, അതുപോലെ തൗബയല്ലാതെ നമ്മുടെ ദോഷങ്ങൾ പൊറുപ്പിക്കാൻ കാരണമാകുന്ന കുറെ നന്മകൾ ഒക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രതിപാദിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പറഞ്ഞതും കേട്ടതും ഒക്കെ നമ്മൾ ഖബൂൽ ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل وسلم وبارك على